ചമ്പക്കുളം വള്ളംകളി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൂണാർസ് ഹാരി ടോപ്പർ സ്കൂൾ ബാഗ്സ്. പ്രമേഹ ഔഷധി ഒരു കേരള സർക്കാർ സ്ഥാപനം. മാണിക്യമംഗലം കായലും രാജരാമപുരവും 6000 ശ്രീമൂലവും ചേർന്നൊഴുകുന്ന ജലപ്പരപ്പാണ് കുട്ടനാടിൻ്റെത്. കുട്ടനാടൻ ഗ്രാമങ്ങളിലെ ഒരു നിത്യ കാഴ്ചയാണിത്. ഈ കടത്തുവള്ളവും കടത്തു കയറി മറുകരയിലെത്തുന്ന ഗ്രാമവാസികളും. കൊയ്തൊഴിഞ്ഞ പാടങ്ങളിലെ ഒരു സ്ഥിരം കാഴ്ചയാണിത്. താറാവ് വളർത്തലും താറാവ് കൃഷിയും. ഇവിടെ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ കുട്ടികളെന്നോ വകഭേദമില്ല. എല്ലാവർക്കും വള്ളവും വെള്ളവുമായി നിതാന്ത ബന്ധമാണുള്ളത്. ഇത് ജലോത്സവങ്ങളുടെയും കളിവള്ളങ്ങളുടെയും നാടാണ്. ചെറുതും വലുതുമായ 66ഓളം മാലിപ്പുരകൾ, ഏകദേശം 4.25 കോടി രൂപയുടെ കളിവള്ളങ്ങൾ. തോടുകളും ആറുകളും കായലുകളും നിറഞ്ഞ ഈ ഗ്രാമപ്രദേശത്ത് വഞ്ചിപ്പാട്ടുകൾ പ്രചാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നാടോടി ഗാനങ്ങൾ വഞ്ചിപ്പാട്ടായി പാടിയിരുന്നു. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ താളമാണ് കുട്ടനാടൻ ജനതയുടെ ഹൃദയത്തിൽ. കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കുട്ടനാട് താലൂക്കിലെ ചമ്പക്കുളത്താണ്. പമ്പാ നദിയുടെ കൈവഴിയായി ഒഴുകുന്ന ചമ്പക്കുളത്താറ്റിൽ എല്ലാ വർഷവും മിഥുനമാസത്തിലെ മൂലം നാളിലാണ് ഈ ജലോത്സവം അരങ്ങേറുന്നത്. 400ഓളം വർഷം പഴക്കമുണ്ട് ഈ ജലമേളയ്ക്ക്. ഇതിന്റെ ചരിത്രം അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജാതിഭ്രഷ്ടമെല്ലാം കൊടികുത്തി നിന്ന ഒരു ചരിത്ര കാലഘട്ടത്തിൽ ജാതി മതവർഗ ചിന്തകൾക്കതീതമായി സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ ആരംഭിച്ച ജലോത്സവം എന്ന ബഹുമതിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളിക്കുള്ളത്. 400 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്രിസ്ത്യൻ തറവാടാണ് കോയിക്കരി എന്ന് വീട്ടുപേരുള്ള മാപ്പിളശ്ശേരി ഇട്ടിത്തൊമ്മന്റെ തറവാട്. ചമ്പക്കുളം ജലോത്സവത്തിന് ചെമ്പകശ്ശേരി രാജവംശം, ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളി, അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട്. ഇവിടെയാണ് വിഗ്രഹം ഇറക്കി വച്ചത്. വിവരമറിഞ്ഞ മഹാരാജാവ് പിറ്റേ ദിവസം മൂലം നാളിൽ രാവിലെ പരിവാരങ്ങളുമായി മാപ്പിളശ്ശേരി തറവാട്ടിലെത്തി. ഇട്ടിത്തൊമ്മൻ രാജാവിന് താമ്പൂലം നൽകി സ്വീകരിച്ചു. ജാതിഭേദമന്യേ നാട്ടുകാർ വള്ളങ്ങളിൽ അവിടെ വന്നു ചേർന്നു. അനേകം വള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി ഇട്ടിത്തൊമ്മന്റെ നേതൃത്വത്തിൽ മാപ്പിളശ്ശേരി കടവിൽ നിന്നും യാത്ര തിരിച്ചു. ഈ ജലഘോഷയാത്രയെ അനുസ്മരിച്ചുകൊണ്ടാണ് വർഷം തോറും ചമ്പക്കുളം മൂലം വള്ളംകളി അരങ്ങേറുന്നത്. ലോകമെമ്പാടുമുള്ള അമൃത ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന പുണ്യനദിയായ പമ്പാ നദിയുടെ കൈവഴിയായ ചമ്പക്കുളത്താറ്റിൽ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും മാന്യ പ്രേക്ഷകരോട് MJ ഡാരി സംസാരിക്കുന്നു. എന്നോടൊപ്പം ദൃക്സാക്ഷിവിടം നൽകാനായിട്ട് ഷാജി ചേരമണ്ണും ഇവിടെ എത്തിയിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ 399ാമത് മത്സരമാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. കാണികൾ കുടചൂടി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടു കാണുമല്ലോ. ചെറുതും വലുതുമായ കളിവള്ളങ്ങൾ മത്സരത്തിന് സജ്ജമായി ഈ ചമ്പക്കുളത്താറ്റിൽ പോരാട്ടത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കാണികൾ ചെറുവള്ളങ്ങളിലും ബോട്ടുകളിലും ഹൗസ് ബോട്ടുകളിലുമൊക്കെയായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഈ മൂലം വള്ളംകളി
ആരംഭിക്കും എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. 29 വള്ളങ്ങളാണ് ഇക്കുറി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതുപോലെ മറ്റൊരു സവിശേഷമായ കാര്യം, കൗതുകരമായൊരു കാര്യമുണ്ട്. മൂലം വള്ളംകളിയിൽ ആദ്യമായിട്ടാണ് വനിതകൾക്ക് വേണ്ടിയുള്ള മത്സരം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഈ മത്സരത്തിൻ്റെ ഈ പ്രത്യേകതയായിട്ട് കണക്കാക്കാം. ഉടൻ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരമാണ് ആരംഭിക്കുന്നത്. ഒന്നാമത് ഹീറ്റ്സിൽ ആലപ്പാട് പുത്തൻചുണ്ടൻ, പായിപ്പാട്, സെന്റ് ജോർജ് എന്നീ 3 ജലരാജാക്കന്മാർ ഏറ്റുമുട്ടുമ്പോൾ രണ്ടാമത് ട്രാക്കിൽ രണ്ടാമത് ഹീറ്റ്സിൽ കാരിച്ചാൽ, ശ്രീ ഗണേഷ്, നടുഭാഗം എന്നീ ജലരാജാക്കന്മാരും, അതിനുശേഷം നടക്കുന്ന മത്സരത്തിൽ ചമ്പക്കുളം, ജവഹർ തായങ്കരി, ആനാരി പുത്തൻചുണ്ടൻ എന്നീ ജലരാജാക്കന്മാരുടെ മത്സരമാണ് നടക്കുന്നത്. പിന്നീട് വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളുടെ പ്രാഥമിക മത്സരം, തുടർന്ന് വെപ്പ് എ ഗ്രേഡ് ഹീറ്റ്സിന്റെ രണ്ടാമത് നടക്കും. പിന്നീട് ഇരുട്ടുകുത്തി അഥവാ ഓടി വള്ളങ്ങളുടെ മത്സരമാണ് പിന്നീട് നടക്കുന്നത്. പിന്നീട് വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെയും ചുരുളം വള്ളങ്ങളുടെയും മത്സരങ്ങൾക്ക് ശേഷം ഓടി ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരങ്ങൾ നടക്കും. പിന്നീട് ഫൈനൽ മത്സരങ്ങൾ ഒന്നൊന്നായി നടക്കും. ആ രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ വള്ളംകളി പരമ്പരയുടെ തുടക്കം കുറിക്കുന്നത് മിഥുന മാസത്തിൽ ചമ്പക്കുളത്താറ്റിൽ നടക്കുന്ന ഈ ചമ്പക്കുളം മൂലം വള്ളംകളിയോടുകൂടിയാണ്. അതിനുശേഷം കേരളത്തിലെ ജലോത്സവ പരമ്പരകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഓഗസ്റ്റ് 2ാം വാരത്തിൽ പുന്നമട കായലിൽ നടക്കുന്ന അന്താരാഷ്ട്ര പ്രസിദ്ധി ആർജിച്ച നെഹ്റു ട്രോഫി ജലോത്സവത്തോടുകൂടി പിന്നീടുള്ള പ്രധാന മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. കുമരത്ത് ചതയനാളിൽ നടക്കുന്ന വള്ളംകളി, കവണാറ്റിങ്കരയിൽ നടക്കുന്ന വളരെ പ്രസിദ്ധമായ വള്ളംകളി, പായിപ്പാട്, മാന്നാർ, നീരേറ്റുപുറം, പുളിങ്കുന്ന്, കന്നേറ്റിക്കായലിൽ, അതുപോലെ പ്രായിക്കര മദർ തെരേസ ട്രോഫിക്ക് വേണ്ടിയുള്ള ജലോത്സവങ്ങൾക്കെല്ലാം ശേഷം പിന്നീട് നടക്കുന്നത് ഉത്രട്ടാതി നാളിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം നടക്കുന്ന ആറന്മുള വള്ളംകളി വളരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധി ആർജിച്ചതാണ്. അതിനെല്ലാം ശേഷം 28ാം ഓണത്തിന് കല്ലട ജലോത്സവത്തോടുകൂടി കേരളത്തിലെ ജലോത്സവ പരമ്പരകൾക്ക് സമാപനം കുറിക്കും. ഈ ഓണം നാളുകളിൽ കേരളത്തിൽ നടക്കുന്ന പല ജലോത്സവങ്ങൾക്കും ജലരാജാക്കന്മാർ ഉൾപ്പെടെയുള്ള കളിവള്ളങ്ങൾ പങ്കെടുക്കുന്ന ആ മത്സരങ്ങൾ കണ്ട് ഓണക്കാലം വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് സായുജ്യമടയാൻ, ജീവിതത്തിലെ ഒരു അവിസ്മരണീയമായ സംഭവമാക്കി മാറ്റുവാനായിട്ട് കായിക പ്രേമികൾ ഈ ജലോത്സവങ്ങൾ ഒന്നൊന്നായി മാറി മാറി വീക്ഷിക്കുക പതിവാണ്. മിഥുന നാളിൽ സാധാരണ ചമ്പക്കുളത്താറ്റിൽ ഈ മത്സരം നടക്കുമ്പോൾ പലപ്പോഴും വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണിയിലായിരിക്കും മൂലം വള്ളംകളി നടക്കുക. ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് പോലും വരമ്പിലും അതുപോലെ മതിലിന്റെ മുകളിലൊക്കെ നിന്ന് ആളുകൾ ഈ മത്സരം കണ്ട ചരിത്രമുണ്ട്. അതുകൊണ്ട് കുട്ടനാട്ടുകാർക്ക്, പ്രത്യേകിച്ച് ചമ്പക്കുളത്തുള്ളവർക്ക് ഈ മഴയൊക്കെ ഒരു നിസാരമാണ്. മഴ വേണമെന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം. ചെറുമഴ നനഞ്ഞ് തുഴയുക ഒരു പ്രത്യേക രസമാണ്. അതുപോലെ തന്നെ കാണാനെത്തിയിരിക്കുന്നവരും ഈ മഴത്തുള്ളികൾ കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് കാൽ വെള്ളത്തിലേക്ക് നീട്ടിയിട്ട് ആ വെള്ളത്തുള്ളികളൊക്കെ തെറിപ്പിച്ച് തുഴഞ്ഞു വരുന്ന ആ ജലരാജാക്കന്മാരെ തുഴയുന്ന ചുണക്കുട്ടന്മാരെ പ്രോത്സാഹിപ്പിക്കുക അവർക്കൊരു വളരെ രസകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ കളിവള്ളങ്ങളെല്ലാം കൂടെ ഇനി ജലഘോഷയാത്രയും അതുപോലെ തന്നെ മാസ്റ്ററിലും നടക്കാനുണ്ട്. ആ പരിപാടിക്ക് വേണ്ടി കളിവള്ളങ്ങളെല്ലാം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിന് ശേഷമാണ് കളിവള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ വളരെ ചുരുങ്ങിയ ദിവസത്തെ പരിശീലനം കൊണ്ട് മാത്രം നേടിയ ആ സിദ്ധി നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ അവരെത്തിയിരിക്കുകയാണ്. കാരണം ഇന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ ഉൾപ്പെടെയുള്ള വള്ളങ്ങളുടെ സംരക്ഷണവും അതുപോലെ തന്നെ പരിശീലനമൊക്കെ വളരെ ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെക്കുന്ന കാര്യമായതുകൊണ്ട് ഇന്ന് പരിശീലനത്തിന്റെ നാളുകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചുണ്ടൻ വള്ളങ്ങളിൽ ജേഴ്സിയൊക്കെ അണിഞ്ഞ്, പല നിറത്തിലുള്ള ജേഴ്സിയും ബനിയനൊക്കെ അണിഞ്ഞ് ആളുകൾ പങ്കെടുക്കുന്ന ആ രീതിയിൽ നിന്നൊക്കെ മാറ്റം വന്നുകൊണ്ട് അവരുടേതായ ഇഷ്ടവസ്ത്രങ്ങൾ ധരിച്ച് മത്സരത്തിൽ പങ്കെടുക്കുക ഈ ചമ്പക്കുളത്ത് ആറ്റിൽ നടക്കുന്ന ഈ മൂലം വള്ളങ്ങളുടെ പ്രത്യേകതയാണ്. പക്ഷേ എവിടെ മത്സരം ഉണ്ടായാലും ശരി, ഈ കുട്ടനാട്ടിലെ തുഴച്ചിൽക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. പ്രാഥമിക മത്സരങ്ങളിൽ മനോഹരമായ ബനിയനും ട്രൗസറൊക്കെ ഇട്ട് പങ്കെടുക്കും. പക്ഷെ ഫൈനൽ മത്സരമാകുമ്പോൾ ഈ ബനിയൻ അങ്ങ് ഊരി വളരെ ോടുകൂടി തുഴയാനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് അവർ പങ്കെടുക്കുന്നത്. ഇവിടെ മഴ നനഞ്ഞ കുട ചൂടി നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ഉറക്ക ചടവുണ്ട്. കാരണം
ഇന്നലെ ലോകകപ്പിന്റെ ഫൈനൽ മത്സരം കണ്ട ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്ന കൂടുതൽ ആളുകളും. രാത്രി 2 മണിയോടുകൂടിയാണ് ഫൈനൽ മത്സരം തീർന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഉറക്കമുളച്ചതിൻ്റെ ലക്ഷണങ്ങൾ മുഖത്തൊക്കെ ഉണ്ട്. ഈ ലോകകപ്പ് ഫുട്ബോൾ നടക്കുമ്പോഴും കുട്ടനാട്ടിലെ ഈ ജലോത്സവ പ്രേമികൾ ആ മത്സരം കാണുക പതിവാണ്. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്. റൊണാൾഡോ ആയാലും സിദാനായാലും ബോളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുട്ടനാട്ടുകാർക്ക് ഒരു താളമുണ്ട്. ഹൊയ്യോ ഹൊയ്യോ ഹൊയ്യോ, ആ രീതിയിലാണ് അവർ ഫുട്ബോളിനെ കാണുന്നത്. ഈ തുഴയുടെ താളം കുട്ടനാട്ടുകാരുടെ ജീവിതത്തിൽ അവരുടെ ഞരമ്പുകളിൽ ത്രസിച്ചു നിൽക്കുന്ന, അവരുടെ ചുവന്ന രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു താളമാണ്. നിങ്ങൾക്കറിയാമോ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്റെ ആരോഗ്യമാണ്. അതിന് ഞാൻ തികച്ചും കടപ്പെട്ടിരിക്കുന്നത് പ്രമേഹ ഔഷധിയോടും. പ്രമേഹ ഔഷധി. അരുവിയിലെ വെള്ളവും മിനറൽ സത്തുകളും രൂപം നൽകിയ പുതിയ ലക്സ് അക്വാ സ്പാർക്കിൾ നിങ്ങളുടെ ചർമ്മത്തിന് നൽകൂ സൗന്ദര്യധാര. अपनी इपनी बंदी पूछ सरका राजा मुल्लापू. Inky Pinky Ponky, father had a donkey. If dip dip my blue ship. Eeny meeny अपनी इपनी. Inky Pinky if dip dip. കുട്ടികളുടെ മുന്നിൽ ചോയ്സോട് ചോയ്സ്. ഈ ചോയ്സുകളും അണുക്കളും കൊണ്ട് വായിൽ 10 പ്രോബ്ലംസ് ഉണ്ടാകും. പുതിയ പെപ്സഡന്റ് കംപ്ലീറ്റ് വായിലെ 10 പ്രോബ്ലംസിനോട് മല്ലിടും. ഇപ്പോൾ 10 ഡിഷും ഒരൊറ്റ പേസ്റ്റിൽ. ഏരിയ നമ്പർ 9 കപ്സ്. പുതിയ സർഫ് എക്സൽ ബ്ലൂ എനർജിയോടെ ഇത് വിഷമമുള്ള 10 സ്ഥലങ്ങളിലെ കറകൾ നീക്കുന്നു. പുതിയ സർഫ് എക്സൽ കറ നീക്കും 10ൽ 10. ഇന്ന് ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി. കേരളത്തിലെ ജലോത്സവങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് നടക്കുന്ന ഈ ജലോത്സവം എല്ലാ വർഷവും മിഥുനമാസം മൂലം നക്ഷത്രത്തിലാണ് അരങ്ങേറുന്നത്. ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. നാട്ടുരാജാക്കന്മാർ നാട് ഭരിച്ചിരുന്ന കാലത്ത് കൊല്ലവർഷം 741 മുതൽ നാട് ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലം തൊട്ടാണ് ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ തുടക്കം. വില്ലുമംഗലം സ്വാമിയാർ ഒരു ദിവസം ഒരു സായാഹ്ന സവാരിക്ക് ഇറങ്ങിയപ്പോൾ ഇന്നത്തെ അമ്പലപ്പുഴ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് ആൽമരത്തിൽ നിന്ന് ഒരു മുരളീ ഗാനം കേൾക്കുകയുണ്ടായി. അതിൽ നിന്ന് മനസ്സിലായത് അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നാണ്. ദേവകാര്യപ്രാപ്തനായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ സഭയിലെ ആ ദേവപ്രസരങ്ങൾ നോക്കി മേൽനോട്ടം വഹിച്ചിരുന്ന വില്ലുമംഗലം സ്വാമികൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനോട് ഈ കാര്യം പറയുകയും അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്യും. പക്ഷേ പ്രതിഷ്ഠാ സമയം അടുത്തപ്പോൾ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠിക്കേണ്ട വിഗ്രഹം ലക്ഷണയുക്തമല്ല എന്ന് മനസ്സിലാക്കുകയും അത് പുതിയൊരു വിഗ്രഹം നിർമ്മിക്കാനുള്ള സമയവും പ്രതിഷ്ഠിക്കേണ്ട തീയതിയും തമ്മിൽ വളരെയധികം സമയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിനാൽ മറ്റൊരു മറ്റൊരു വിഗ്രഹം കണ്ടുപിടിക്കുവാൻ രാജാവ് കൽപ്പിച്ചു. അങ്ങനെ പാറയിൽ മേനുവിൻ്റെ നേതൃത്വത്തിൽ കുർച്ചി, കോട്ടയത്തിനടുത്ത കുർച്ചി എന്ന ദേശത്ത് വലിയ മഠം കുടുംബത്തിൽ വെച്ചിരുന്ന ഒരു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം അന്ന് രാത്രി ഇവിടുത്തെ സൈന്യങ്ങളും പടത്തലവന്മാരും പോയി കുർച്ചിയിലേക്ക് എടുക്കുകയാണ്. തൃപ്പൂണിത്തറ രാജവംശത്തിൽപ്പെട്ട ദേശമായിരുന്നു അന്ന് കുർച്ചി. പക്ഷേ മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്ന വിഗ്രഹം പ്രതിഷ്ഠയ്ക്ക് യുക്തമല്ലെന്ന് മനസ്സിലാക്കിയവർ കുർച്ചിയിലെ പാർത്ഥസാരഥിയെ ഞങ്ങൾ കൊണ്ടുപോരുന്നതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ആ വിഗ്രഹവുമായി ഇവിടേക്ക് കുട്ടനാട്ടിലേക്ക് പോരുകയും അന്ന് സമയം ഇരുട്ടിയതുകൊണ്ട് പ്രസിദ്ധമായ മാപ്പിളശ്ശേരി ക്രിസ്ത്യൻ തറവാട്ടിൽ വന്ന് ഈ വിഗ്രഹം കൊല്ലവർഷം 790 മിഥുനമാസം തൃക്കേട്ട നക്ഷത്രത്തിൽ ഇറക്കി വെക്കുകയും പിറ്റേ ദിവസം മൂലത്തിൽ മഹാരാജാവും പരിവാരങ്ങളോടും എത്തി ഇവിടുന്ന് വിഗ്രഹം ഘോഷയാത്രയായി കൊണ്ടുവരുമ്പോൾ ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളത്തെ ഫെറോന പള്ളിയിലെ കല്ലൂർക്കാട് ഫെറോന പള്ളിയിലെ
കമ്മിറ്റിക്കാരും പള്ളിവാസികളും ഈ വിഗ്രഹത്തിന് അകമ്പടിയായി വളരെ ഉച്ചത്തിൽ കൂട്ടമണിയടിക്കുകയും കതിന മുഴക്കി സ്വീകരിക്കുകയും വിഗ്രഹത്തിന് ചൂടാനുള്ള മുത്തിക്കുട കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പടിപ്പുര ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ എത്തി ഈ ക്ഷേത്ര സന്നിധാനത്തിൽ വിഗ്രഹം ഇറക്കി വെച്ച് അവിടുന്ന് ശേഷം പന്തീരടി പൂജ കഴിഞ്ഞ് വിഗ്രഹം അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയതിൻ്റെ ഓർമ്മയാണ് ചരിത്രപ്രസിദ്ധമായ ഈ ചമ്പക്കുളം മൂലം വള്ളംകളി. കുട്ടനാടൻ ജനതയുടെ സംസ്കാരത്തിൻ്റെയും സാമൂഹ്യ ബന്ധത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും സന്ദേശങ്ങൾ ഉരുവിടുന്ന മഹാധ്വനിയാണ് ഈ ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറുന്നത്. ഒരു ജനതയുടെ സംസ്കാരം, അവർ ഉയർത്തിപ്പിടിക്കുന്ന ജാതി മത വർണ്ണ വർഗ കക്ഷി രാഷ്ട്രീയങ്ങളില്ലാത്ത സംസ്കാരം ഒറ്റയൊന്ന് ഈ പറഞ്ഞാൽ വള്ളംകളിക്കാർ എന്ന് പറയാം. അതായത് പാട്ടുകാരുണ്ട്, തുഴച്ചിക്കാരുണ്ട്, പങ്കായക്കാരുണ്ട്, താളക്കാരുണ്ട്. ഇതെല്ലാം കൂടി എന്ത് പറഞ്ഞാലും ഒറ്റയടിക്ക് ഒന്നായി പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വള്ളംകളിക്കാരായി മാറുന്ന മഹത്തായ സംസ്കാരമാണ് ഇവിടെയുള്ളത്. കൃഷിനാശമുണ്ടാകാം, വെള്ളപ്പൊക്കമുണ്ടാകാം, ദുരിതമുണ്ടാകാം. പക്ഷേ ഈ ചരിത്രപ്രസിദ്ധമായ കേരളത്തിലെ ജലോത്സവങ്ങളുടെ തുടക്കം കുറിക്കുന്ന ആണ്ടുപിറപ്പും 1-ാം തീയതി എന്ന് വിശേഷിപ്പിക്കുന്ന ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ആരംഭിക്കുമ്പോൾ ജാതി മത വർണ്ണ വർഗ വിവേചനമില്ലാതെ കുട്ടനാടൻ ജനത ഒന്നായി ചേർന്നുകൊണ്ട് ഈ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശങ്ങൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ ജാതിയില്ല, മതമില്ല, കക്ഷി രാഷ്ട്രീയങ്ങളോ മതവൈര്യങ്ങളോ അപൂർവമായി ഉണ്ടായാൽ പോലും ചരിത്രപ്രസിദ്ധമായ ഈ ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ തുടക്കം കുറിക്കുമ്പോൾ, ഈ വഞ്ചിപ്പാട്ടിന് താളമുയരുമ്പോൾ, വള്ളംകളിയുടെ ആരവം മുഴങ്ങുമ്പോൾ, ആർപ്പു വിളി മുഴങ്ങുമ്പോൾ ഞങ്ങൾ ഈ കുട്ടനാട്ടുകാർ ഒന്നാകുകയാണ്. അവരുടെ ജാതിയില്ലാത്ത മതമില്ലാത്ത എല്ലാവരും ഒന്നാകി ചേരുന്ന മഹത്തായ സംസ്കാരം അമൃതാനന്ദമയി അമ്മ പറയുന്നത് പോലെ, മാതാ അമൃതാനന്ദമയി പറയുന്നത് പോലെ ലോകമൊന്നാണ്, ലോകത്തെ ജനതയൊന്നാണ് എന്ന് പറയുന്ന മഹത്തായ സംസ്കാരം, ജാതി മത വർണ്ണ വർഗ വിവേചനമില്ലാത്ത സംസ്കാരം, മനുഷ്യരക്തം ഒന്നാണെന്ന് പറയുന്ന സംസ്കാരം കുട്ടനാട്ടിലൂടെ വരുന്നത്, അല്ലെങ്കിൽ കുട്ടനാടൻ ജനതയുടെ ഹൃദയങ്ങളിൽ ഒഴുകുന്നത് നമ്മൾക്ക് കാണാം. എത്രയെത്ര പറഞ്ഞാലും എത്രയെത്ര വർണ്ണിച്ചാലും ഈ സംസ്കാരം കുട്ടനാടൻ ജനതയുടെ ഹൃദയത്തിൽ അലിഞ്ഞുചേർന്നിരിക്കുന്ന, രക്തത്തിൽ അലിഞ്ഞുചേർന്നിരിക്കുന്ന ഈ സംസ്കാരം ഒരിക്കൽ പോലും മാറിയില്ല. അവർ എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്ര പ്രാവശ്യം കൃഷിനാശം വന്നാലും, എത്ര പ്രാവശ്യം വെള്ളപ്പൊക്കം ഒഴുകി മാറിയാലും, പക്ഷേ ഈ വള്ളംകളി എന്ന് പറയുമ്പോൾ എത്ര മുറുക്കിക്കെട്ടുന്ന മടിശീലയും താനെ അഴിച്ചു വെച്ചുകൊണ്ട് ഈ വള്ളംകളിക്ക് വേണ്ട വളവും വെള്ളവും കൃത്യസമയത്ത് സാമ്പത്തികമായിട്ടും ആഹാരമായിട്ടും വസ്ത്രമായിട്ടുമൊക്കെ കൊടുക്കാൻ ഈ ജനത അവർ എപ്പോഴും സന്മനസ് കാണിക്കാറുണ്ട്. ഈ വള്ളങ്ങളുടെ ചരിത്രം പറയുമ്പോൾ പഴമക്കാരൊരു ചരിത്രം പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ എൻ്റെ മനസ്സിലുണ്ട്. കാരണം കളിവള്ളമുള്ള ഒരു മാലിപ്പുരയിൽ ചെന്ന് അവരുടെ മക്കളെ വിലയ്ക്ക് ചോദിച്ചാൽ കിട്ടും. പക്ഷേ ആ വള്ളംകളിക്കാരൻ്റെ ആ കളിവള്ളം അവർക്ക് ഒരിക്കൽ പോലും വിലയ്ക്ക് കിട്ടുകയില്ല. എത്രയോ മഹത്തായ സംസ്കാരമാണ് അവർക്ക് ഉയർത്തിപ്പിടിക്കുന്നത്. കാണം വിറ്റ് ഓണമുണ്ണണമെന്ന മലയാളികളുടെ സംസ്കാരമെങ്കിൽ കാണം വിറ്റ് വള്ളംകളി നടത്തണമെന്ന കുട്ടനാട്ടുകാരുടെ സംസ്കാരം, കുട്ടനാടൻ ജനതയുടെ സംസ്കാരം ഈ ഭൂമിശാസ്ത്രപരമായിട്ട് 90% വെള്ളവും കായലും തോടും പുഴയുമായിട്ടൊഴുകുന്ന ഈ കുട്ടനാടിൻ്റെ കരഭൂമിയുടെ വിസ്തൃതി 11,987 ഏക്കർ 13 സെന്റാണ്. ലോകത്തിൻ്റെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇത്രയധികം കരഭൂമി കുറവുള്ള ഒരു താലൂക്ക് ലോകത്തിലെങ്ങും ഉണ്ടാകില്ല. കടലിനേക്കാൾ താഴ്ന്ന ഈ പ്രദേശത്ത് 66ഓളം ചെറുതും വലുതുമായ മാലിപ്പുരകളുണ്ട്. അങ്ങനെ ഇത്രയും ആകുമ്പോൾ ഒരു വള്ളം രൂപകൽപ്പന ചെയ്ത് ഇറങ്ങുകയാണ്. ഈ വള്ളങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഈ ചുണ്ടൻ വള്ളങ്ങൾ പിറവിയെടുത്തതിന് ഒരു ചരിത്രമുണ്ട്. പണ്ട് കായംകുളം രാജാവും ചെമ്പകശ്ശേരി രാജാവും ഒക്കെ ആയിട്ട് നിരന്തരമായിട്ട് യുദ്ധം ചെയ്യുമായിരുന്നു. എന്നും വിജയം കായംകുളം രാജ്യത്തിനാണ്, കായംകുളം രാജാവിനാണ്. ചെമ്പകശ്ശേരി നാട് ഭരിച്ചിരുന്ന രാജാവ് നാട്ടിലെ ശില്പികളെയെല്ലാം കൂടെ വിളിച്ചു വരുത്തി ഇതിന് പരിഹാരമെന്നോണം
ജലസൈന്യത്തിന് വേണ്ടി ഒരു ജലവാഹനം, യുദ്ധവാഹനം പണിയണമെന്ന് ഉണ്ടായി. കൊടുപ്പുന്നയിലെ വെങ്കിടി നാരായണാശാരി കൊതുമ്പ് വെള്ളത്തിൽ വീണൊഴുകിയ കൊതുമ്പിൽ നിന്നും ഒരു രൂപമുണ്ടാക്കി രാജാവിന് കൊടുത്ത്, രാജാവ് നമ്മുടെ ഇന്നത്തെ ആൾക്കാരെ പോലെ ഒന്നുമല്ല, രാജാവ് വിശദമായി അന്വേഷിച്ചു. ഈ രൂപത്തിന്റെ ഘടന എന്താണ്, ഇതിന്റെ അമരം എന്താണ് ഉയർന്നിരിക്കുന്നത്, ഇതിന്റെ കൂമ്പെന്താണ് ഉയർന്നിരിക്കുന്നത്, ഇതിന്റെ നടുക്ക് ഇപ്പോൾ പറയുന്ന ആയുധത്തട്ട്, ഒരു വെടിത്തടിയുണ്ട്, ആ ആയുധത്തട്ട് എന്തിനാണെന്ന്. അപ്പൊ ശില്പി പറഞ്ഞു, ഈ അമരത്ത് നിൽക്കുന്നവർക്ക് ശത്രുക്കൾ അമരം ഉയർന്നതായതുകൊണ്ട് ദൂരെ നിന്ന് കാണാൻ കഴിയും. മുന്നിൽ നിൽക്കുന്ന ശത്രുക്കളെ 1 or 2 പേരേ ഉള്ളൂ. ആയുധത്തട്ട്, ഈ വെടിത്തടി എന്ന് പറയുന്ന ഇന്നത്തെ ആയുധത്തട്ട്, അവിടെ ആയുധങ്ങൾ സൂക്ഷിക്കാൻ കഴിയും. അങ്ങനെ നാരായണാശാരി ചുണ്ടൻ വള്ളങ്ങൾക്ക് രൂപം കൊടുത്തു. ചുണ്ടൻ വള്ളങ്ങൾ പണിതിറക്കി. വെറുതെ അടങ്ങിയിരിക്കുമോ കായംകുളം രാജാവ് രഹസ്യമായ രാജതന്ത്രം ചോർത്തി നാരായണാശാരിയെ കൊടുപ്പുന്നയിൽ നിന്ന് കായംകുളത്തേക്ക് വിളിച്ചു വരുത്തി ഒരു ചുണ്ടൻ വള്ളം അങ്ങ് പണിതിറക്കി. അമ്പലപ്പുഴയിലെ രാജാവുണ്ടോ കോപിക്കാതിരിക്കൂ, നാടിന്റെ യുദ്ധതന്ത്രം അങ്ങോട്ട് മറ്റൊരു രാജ്യത്തിന് പകർന്നു കൊടുത്തതിന് ശില്പിയെ തുറുങ്കിലടയ്ക്കാൻ കൊല്ലുവാനും വിധിച്ചു. 11 നിലക്കാരും 5 അമരക്കാരുമുള്ള പായിപ്പാട് ചുണ്ടനാണ് ഇപ്പോൾ നീറ്റിലെ ഏറ്റവും നീളമുള്ള വള്ളമെങ്കിൽ 1984-ൽ 1982-ൽ സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ തിരുക്കൊച്ചി സന്ദർശന സമയത്ത് കോട്ടയത്തുനിന്ന് കിഴക്കിന്റെ വെനീസിലേക്ക് വന്നതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നടത്തുന്ന ചരിത്ര പ്രസിദ്ധമായ, അല്ലെങ്കിൽ ചരിത്രം കഥ പറയുന്ന പുന്നമടക്കായിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ആദ്യമായി മുത്തമിട്ടത് വള്ളംകളിയുടെ ചരിത്രത്തിലെ കുലഗുരുക്കൾ എന്ന് വിശേഷിപ്പിക്കുന്ന കാവാലം ബോട്ട് ക്ലബ്ബ് കാവാലം ചുണ്ടനിലാണ്. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ ചരിത്രം പറയുമ്പോൾ, കളിവള്ളങ്ങളുടെ ചരിത്രം പറയുമ്പോൾ, വള്ളംകളിയുടെ ചരിത്രം പറയുമ്പോൾ, വഞ്ചിപ്പാട്ടിന്റെ ചരിത്രം പറയുമ്പോൾ നാനാജാതി മതസ്ഥർ ഒത്തുകൂടുന്ന മനോഹരമായ ഈ ദൃശ്യവിരുന്ന് കാണുവാൻ കുട്ടനാട്ടുകാരൻ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ചമ്പക്കുളത്ത് ആറ്റിലേക്ക് പമ്പാ നദിയുടെ കൈവഴിയായി ഒഴുകുന്ന ചമ്പക്കുളത്തേക്ക് എത്തിയിരിക്കുകയാണ്. മഴയൊന്ന് വന്ന് ജനങ്ങളെ ഒന്ന് തണുപ്പിച്ചു പോയെങ്കിലും ജനങ്ങളുടെ ആവേശത്തെ മഴയ്ക്കും കാറ്റിനും പ്രകൃതിക്ഷോഭത്തിനും ഒന്നും മാറ്റി നിർത്താനാവില്ലെന്ന് ഈ ദൃശ്യം കാണുന്ന മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരങ്ങളാണ് പാട്ടും കൂത്തും ആരവങ്ങളുമായിട്ട്. ഈ വള്ളംകളി എന്ന് വെച്ചാൽ അല്പം വെള്ളംകളിയാണ്. വള്ളവും വെള്ളവും തമ്മിലുള്ള നിതാന്തമായ ബന്ധം പുലർത്തുന്ന ആ വള്ളംകളിയാണ്. ഇനി മത്സരം ആരംഭിക്കുവാൻ സമയമാകുകയാണ്. ആലപ്പാട് പുത്തൻചുണ്ടനും പായിപ്പാടും സെന്റ് ജോർജും തമ്മിലുള്ള മത്സരം നടക്കും. തുടർന്ന് 2ാമത്തെ ഹീറ്റിൽ ജലചക്രവർത്തിയായ കാരിച്ചാലും ശ്രീഗണേഷും നടുഭാഗവും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നുണ്ടെങ്കിൽ 3ാമത്തെ ട്രാക്കിൽ ഇതിഹാസങ്ങൾ ജനിച്ചിട്ടുള്ള ചമ്പക്കുളവും ജവഹർ തായങ്കരിയും ആനാരിപ്പുത്തൻ ചുണ്ടനുമാണ് മത്സരങ്ങൾ ആരംഭിക്കേണ്ടത്. ഇവരുടെ മത്സരം ആരംഭിക്കുവാൻ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒത്തിണങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടർക്ക് ഒരുപക്ഷെ ഈ വള്ളംകളിയുടെ ഈ സ്റ്റാർട്ടിംഗ് തന്നെ നടത്തുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. മറ്റൊന്നുമല്ല, എന്താണെന്ന് വെച്ചാൽ 0.1 സെക്കൻഡിന്, അതായത് 2002-ലെ നെഹ്റു ട്രോഫിയുടെ ഫിനിഷിംഗ് പോയിന്റിൽ 5 മിനിറ്റ് അടുത്ത 1 സെക്കൻഡിൽ എന്താണ് നടന്നതെന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും വിധിയെഴുതാൻ പറ്റിയല്ലാതെ ഒരവസരമാണ് ഉണ്ടായത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 5 മിനിറ്റ് അടുത്ത 1 സെക്കൻഡ്, ആ സെക്കൻഡിൽ 0.78 സെക്കൻഡിന് വെള്ളംകുളങ്ങര ജയിച്ചുവെങ്കിൽ 0.79 സെക്കൻഡിന് ആയാവർമ്മ വലിയ ദിവാഞ്ചി 2ാം സ്ഥാനത്തേക്ക് പോയി. ഇപ്പം പ്രാഥമിക മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി ഞാൻ മൈക്ക് കൈമാറുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1ാം ട്രാക്കിൽ ആലപ്പാട് പുത്തൻചുണ്ടൻ, അത് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ദി പീപ്പിൾ പുരുഷ സഹായ സംഘം ഷാജിയാണ് ക്യാപ്റ്റൻ. 2ാം ട്രാക്കിൽ പായിപ്പാട് ചുണ്ടൻ, പായിപ്പാട് ബോട്ട് ക്ലബിലെ ചുണക്കുട്ടന്മാരാണ് തുഴയുന്നത്. സുരാജ് അലക്സ് ആണ് അതിന്റെ ക്യാപ്റ്റൻ. 3ാം ട്രാക്കിൽ സെന്റ് ജോർജ് ഏഞ്ചൽ ബോട്ട് ക്ലബ്ബ് കണ്ടങ്കരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മോനി അലക്സ് ആണ് അതിന്റെ ക്യാപ്റ്റൻ. 3 ചുണ്ടൻ വള്ളങ്ങളും പ്രാഥമിക മത്സരമാണെങ്കിലും ഫിനിഷിംഗ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആ ഒരു വാശിയോടുകൂടി, വീറും വാശിയോടുകൂടി 3 ചുണ്ടൻ വള്ളങ്ങൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റായ കൊച്ചുപള്ളിക്കടവ് മുതൽ വാശിയേറി മത്സരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി പടിപ്പുര ഫിനിഷിംഗ് പോയിന്റിൽ എത്തി ആരാണ് ഈ മത്സരത്തിൽ വിജയികളായെന്ന് നിശ്ചയിക്കുന്ന കാര്യം മാത്രമേ ഇനി അറിയാനുള്ളൂ. അത്രയേറെ പൊരുതിയുള്ള ഒരു മത്സരം
ഈ പ്രാഥമിക ചുണ്ടൻവള്ളങ്ങളുടെ പ്രാഥമിക മത്സരത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആലപ്പാട്, പായിപ്പാട്, സെഞ്ചൂർ കേരളത്തിലെ 3 പ്രമുഖ ജലരാജാക്കന്മാരാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് പായിപ്പാട് ചുണ്ടൻ അല്പം ലീഡ് നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. വാശിയേറിയ തുഴച്ചിൽ ഈ ചുരുങ്ങിയ നാളിനുള്ളിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ആ പരിശീലനത്തിന്റെ ആ ആകത്തുക നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ആ ചുണ്ടൻ വള്ളങ്ങളിൽ തുഴയുന്ന നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ വിവിധ സൈന്യങ്ങളുടെ ഭടന്മാർ ഒരേ ചിട്ടയിൽ ഒരേ താളത്തിൽ നടന്നു നീങ്ങുന്നത് പോലെ ആ തുഴകൾ വീഴുന്ന വളരെ മനോഹരമായ ചാരുതയാർന്ന ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫൈനൽ മത്സരങ്ങൾ, ഈ പ്രാഥമിക മത്സരങ്ങൾ ഒന്നൊന്നായി കഴിയുമ്പോൾ ഈ കരയിൽ നിൽക്കുന്ന ഇരുകരകളിൽ നിൽക്കുന്ന കാണികളിൽ ആവേശമങ്ങ് വാനോളം ഉയരുകയാണ്. ഇപ്പോൾ ആദ്യത്തെ 2 വള്ളങ്ങൾ സെന്റ് ജോർജും ആലപ്പാടും തമ്മിലാണ് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പായിപ്പാട് വളരെ വേഗത്തിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 2ാം സ്ഥാനത്തേക്ക് ആരാണ് എത്തിച്ചേരുക എന്നുള്ള പൊരിഞ്ഞ പോരാട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക മത്സരമാണ് നടക്കുന്നത്. നമുക്ക് കാണാൻ വിശ്വസിക്കാൻ പ്രയാസമുള്ള രീതിയിലാണ് മിന്നുന്ന പ്രകടനമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണികൾ അവരെ വെള്ളം കോരി എഴുപ്പിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് പ്രാഥമിക മത്സരമല്ല, ഫിനിഷിംഗ് ഫൈനൽ മത്സരമാണെന്നുള്ള ആ ബോധ്യത്തോടു കൂടി വളരെ ആവേശത്തോടു കൂടി ഓരോ ഇഞ്ചിലും ഓരോ തുഴപ്പാടിലും ആ മത്സരം വീര്യം അവരുടെ കരകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അത്ര വളരെ മനോഹരമായിട്ട് തുഴഞ്ഞു മുന്നേറുകയാണ്. ഇത് ചമ്പക്കുളം ഈ മൂലം വള്ളംകളിയുടെ ആദ്യ മത്സരമാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഇതാ ഫിനിഷ് ചെയ്യുവാനായിട്ട് ഇതാ പായിപ്പാട് ഇതാ ഒന്നാമതായിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ആലപ്പാടും സെന്റ് ജോർജും ഉണ്ട്. വളരെ മനോഹരമായ വളരെ വാശിയേറിയ ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. കാരണം ഈ നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള പല ജലമേളകളിൽ പങ്കെടുത്ത ആലപ്പാടും പായിപ്പാടും സെന്റ് ജോർജും തമ്മിലുള്ള വാശിയേറിയ പൊരിഞ്ഞ പോരാട്ടം ഇപ്പോൾ നടന്ന് അതിന്റെ പരിസമാപ്തി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2ാമത് ഹീറ്റ്സാണ് നടക്കാൻ പോകുന്നത്. അത് ഒരുപക്ഷെ ഈ ഫൈനൽ മത്സരത്തെ വെല്ലുന്ന രീതിയിലുള്ള പ്രകടനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ ചുണ്ടൻ വള്ളങ്ങളുടെ രാജാവെന്ന് എന്നറിയപ്പെടുന്ന കാരിച്ചാലും അതുപോലെ തന്നെ ശ്രീ ഗണേഷ്, പിന്നെ നടുഭാഗം, ആ 3 ചുണ്ടൻ വള്ളങ്ങൾ തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് ഇനി നടക്കുവാൻ പോകുന്നത്. ഓരോ മത്സരവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കരകളിൽ നിൽക്കുന്ന ആളുകൾ പ്രകടിപ്പിക്കുന്ന, ഈ കാണികൾ പ്രകടിപ്പിക്കുന്ന ആ പ്രോത്സാഹനം വളരെ ശ്രദ്ധേയമായൊരു ഘടകമാണ്. ഈ 2ാമത്തെ പ്രാഥമിക മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ വിവരണം ശ്രീ ഷാജി നൽകുന്നു. 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് കാരിച്ചാൽ ചുണ്ടനാണ്. കുട്ടനാട് ബോട്ട് ക്ലബ്ബ് മാമ്പഴക്കരിയാണ് ഇതിനെ രംഗത്തെത്തിയിരിക്കുന്നതെങ്കിൽ KLX കരുവേലിത്തറയാണ് ഇതിന്റെ ക്യാപ്റ്റൻ. ഇത് കഴിഞ്ഞ വർഷത്തെ ജേതാക്കളാണ്. മാമ്പഴക്കേരി കുട്ടനാട് ബോട്ട് ക്ലബ്ബിലെ 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് ശ്രീ ഗണേഷാണ്. പ്രസിദ്ധമായ കാവാലം ബോട്ട് ക്ലബ്ബ്, വള്ളംകളിയുടെ ചരിത്രത്തിലെ കുലഗുരുക്കൾ എന്ന് വിശേഷിപ്പിക്കുന്ന കാവാലം ബോട്ട് ക്ലബ്ബ്, ലോപ്പച്ചൻ ജോസഫ് ആശാരിപറമ്പിൽ കാവാലമാണ് ഇതിന്റെ ക്യാപ്റ്റനിലെ. നടുഭാഗം നെഹ്റു ട്രോഫിയുടെ തലത്തപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന നടുഭാഗം ചുണ്ടൻ എന്നാണ്. ഷാജി എസ് കുഞ്ചായി നടുഭാഗമാണ് ഇതിന്റെ ക്യാപ്റ്റൻ. മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിവുള്ള കരുനാഗങ്ങളെ പോലെ ചീറിപ്പാഞ്ഞു വരുന്ന 2-3 ജലരാജാക്കന്മാരിൽ ശ്രീ ഗണേഷും കാരിച്ചാലും തമ്മിലുള്ള ഉജ്ജ്വലമായ മത്സരമാണ്. കാരിച്ചാൽ എന്ന് വെച്ചാൽ 1974-ലും 75-ലും 76-ലും 80-ലും 82-ലും 83-ലും 84-ലും 86-ലും 87-ലും 2000-ലും 2001-ലും 2003-ലും നെഹ്റു ട്രോഫി നേടിയ കാരിച്ചാൽ എങ്കിൽ ശ്രീ ഗണേഷ് 1997-ലെ നെഹ്റു ട്രോഫിയിൽ 2ാം സ്ഥാനക്കാരനാണ്. 1997-ലെ രാജീവ് ഗാന്ധി ട്രോഫി ജേതാവാണ്. 1952-ലെ പണ്ഡിറ്റ്യ സ്വീകരിച്ച മത്സരത്തിൽ 1ാമതെത്തിയ വള്ളമാണ് നടുഭാഗം. അങ്ങനെ 3 ജലരാജാക്കന്മാർ തമ്മിലുള്ള ഉജ്ജ്വലമായ അതിമനോഹരമായ മത്സരമാണ്. ഒരുപക്ഷെ ജലചക്രവർത്തിയായ കാരിച്ചാലിനെ ശ്രീ ഗണേഷ് ഇവിടെ മുട്ടുകുത്തിച്ചാൽ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ ഫ്രാൻസ് മുട്ടുകുത്തിച്ചതുപോലെ ഒരു ചരിത്രമായിരിക്കും ഇവിടെ ഉള്ളത്. ഈ കാരിച്ചാൽ ചുണ്ടനിലെ 1ാം തുഴച്ചിക്കാരൻ ശിശുപാലൻ സിംഗപ്പൂരിൽ ബോട്ട് റേസിലെ ഇന്ത്യൻ ടീമിലെ 1ാം തുഴച്ചിക്കാരനായിരുന്നു. 55 വയസ്സ് പ്രായമുണ്ടെങ്കിലും ഇന്നും ആ മനസ്സുകൊണ്ടും തുഴ കൊണ്ടും ചെറുപ്പമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. എങ്കിൽ 1ാം ശ്രീ ഗണേഷിലെ 1ാം താളക്കാരനായി നിൽക്കുന്ന അനന്തൻ JS ജോഷിയും
കേരളത്തിലെ ഏറ്റവും മികച്ച നല്ല രണ്ട് വഞ്ചിപ്പാട്ടുകാരും താളക്കാരുമാണ് കാവാലം ബോട്ട് ക്ലബിന്റെ പ്രസിദ്ധനായ പത്രോസ് ഈ വള്ളത്തിൽ ഒന്നാം പങ്കായക്കാരനായി നിൽക്കുന്നു. അങ്ങനെ വാശിയേറിയ മത്സരമാണ്. ഇനി ഒരു 100 മീറ്റർ അവശേഷിക്കുമ്പോൾ മത്സരത്തിന്റെ ഇപ്പോൾ കാണുന്ന രൂപഭാവങ്ങളൊന്നും മാറും. വിസിലൊന്ന് മുഴുക്കം, താളമൊന്ന് മുറുക്കം, കൊടച്ചിക്കാരൊന്ന് സകല ശക്തി ഉപയോഗിച്ച് ഒന്ന് മത്സരിച്ച് മുന്നേറും. എന്റെ ഇഞ്ചുകളുടെ പോരാട്ടം നടക്കുന്നു. ഞാൻ മുൻപ് പറഞ്ഞില്ലേ, ഒരു സെക്കൻഡിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലാത്ത രീതിയിലുള്ള മത്സരങ്ങൾ. ഇത് നോക്കുമ്പോഴേ ശ്രീ ഗണേഷ് അല്പം മുൻപിലാണോ അതോ കാരിച്ചാലാണോ മുൻപിൽ നിന്ന് പറയാൻ പറ്റുന്നില്ല. അത്യുലമായ ആ അമരക്കാരങ്ങനെ നീട്ടിയെറിഞ്ഞുകൊണ്ട് രണ്ടാം ട്രാക്കിലൂടെ ശ്രീ ഗണേഷാണ് അല്പം മുൻപില്. ജലചക്രവർത്തിയായ കാരിച്ചാൽ ഒപ്പമെത്താൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കുട്ടനാട് ബോട്ട് ക്ലബിന്റെ കാരിച്ചാല് ഇതാ അവരെങ്ങനെ കടന്നു പോരുകയാണ്. ശ്രീ ഗണേഷിന് ഇവിടെ ശത്രുക്കളുണ്ടോ അല്ലെങ്കിൽ കാരിച്ചാലിന് ഇവിടെ ശത്രുക്കളുണ്ടോ? ഒപ്പത്തിനൊപ്പം ഉള്ള വീറും വാശിയുമുള്ള മത്സരം നടക്കുകയാണ്. കൊച്ചിക്കാരനെ സംബന്ധിച്ചോളം കൊത്തിവെച്ച മരപ്പാവകളെ പോലെ കൈകൾ മാത്രം ഒന്ന് ചലിപ്പിക്കുന്ന, തുഴ നീട്ടിയെരിയുന്ന ഉജ്ജ്വലമായ മത്സരം. ശ്രീ ഗണേഷിലെ ഒന്നാം തുഴക്കാരൻ തമ്പിയാണ്. സിംഗപ്പൂർ ഡ്രാഗൺ ബോട്ട് റേസിലെ വിജയമെഴുത്തമാക്കിയ അവരാണ്. അവിടെ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. ഫിനിഷിംഗ് പോയിന്റിൽ അത്യുജ്വലമായ ഒരു മത്സരം നടന്നു. ജഡ്ജി ഒരുപക്ഷെ പറയണമായിരിക്കും, വാശിയേറിയ മത്സരമായിരുന്നു. ആർക്കാണ് മുൻതൂക്കം, ആർക്കാണ് രണ്ടാം സ്ഥാനം എന്ന് പറയാൻ പറ്റില്ല. കാരിച്ചാലും ശ്രീ ഗണേഷും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം ഒരുപക്ഷെ വീണ്ടും അതൊന്ന് കാണിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. നടുഭാഗം മൂന്നാമതേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഉജ്ജ്വലമായ മത്സരങ്ങൾ കാഴ്ചവെച്ച് ഈ ചമ്പക്കുളത്താറ്റിൽ വെടിപൊട്ടിച്ചതുപോലെ, ഇടിനാദം മുഴക്കിയതുപോലെ കുട്ടനാടൻ ജനതയുടെ ഹൃദയത്തിലെ താളങ്ങൾ വെടിത്തടിയിൽ അങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ട് 3 ജലരാജാക്കന്മാർ, അല്ലെങ്കിൽ 2 ജലരാജാക്കന്മാർ, അല്ലെങ്കിൽ കാരിച്ചാലും ശ്രീ ഗണേഷും മുൻപോട്ട് കുതിച്ചുപോയി. ഉജ്ജ്വലമായ മത്സരമാണ്. കാണികൾക്ക് ആവേശം. മഴയാണെങ്കിലും കാറ്റാണെങ്കിലും ഇവിടെ കാണികൾക്ക് ഒരുവിധ ആവേശത്തിനും കുറവില്ല. അവർക്ക് ഈ മത്സരം കാണണം, ആ മത്സരത്തിൽ അവർ പങ്കാളികളാകണം. അങ്ങനെ ഉജ്ജ്വലമായ മത്സരങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി മൈക്ക് ഞാൻ കൈമാറുകയാണ്. എന്തായി ചെയ്യണേ? അമ്മേ, മാച്ച് നിന്ന് പോയിരിക്കുക. ഗ്രൗണ്ട് ഉണക്കാൻ സഹായിക്കാണ്. ഒട്ടും പേടി വേണ്ട, കുളിച്ചിട്ടാ പോയത്. പുതിയ ലൈഫ് ബോയ് നൽകുന്നു രോഗാണുക്കളിൽ നിന്നും നിരന്തരം സംരക്ഷണം. കുളി കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം പുതിയ ലൈഫ് ബോയ്, ഒട്ടും പേടി വേണ്ട. अपनी अपनी बंदी पूछ सरका राजा मुल्लापू. Inky Pinky Ponky, father had a donkey. If dip dip, my blue ship. Eeny meeny, uppity uppity. Inky Pinky, if dip dip. കുട്ടികളുടെ മുന്നിൽ ചോയ്സോട് ചോയ്സ്. ഈ ചോയ്സുകളും അണുക്കളും കൊണ്ട് വായിൽ 10 പ്രോബ്ലംസ് ഉണ്ടാകും. പുതിയ പെപ്സഡന്റ് കംപ്ലീറ്റ് വായിലെ 10 പ്രോബ്ലംസിനോട് മല്ലിടും. ഇപ്പോൾ 10 ഡിഷും ഒരൊറ്റ പേസ്റ്റിൽ. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ നഖങ്ങൾ ആഴ്ചയിൽ 8 ഇഞ്ചും മാസത്തിൽ 1/2 ഇഞ്ചും വളരും. അതായത് വർഷത്തിൽ 6 ഇഞ്ച്. പൂനെ സ്വദേശിയായ ശ്രീധർ ചിംലാലിന്റെ ഇടതു കൈയിലെ 5 നഖങ്ങളുടെ നീളം 226 ഇഞ്ചായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, 226 ഇഞ്ച്. കഴിഞ്ഞ മത്സരഫലം ഇതുവരെ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പരിഭ്രമം ഇരുകരകളിലും നിൽക്കുന്ന കാണികളുടെ മുഖങ്ങളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ ഒരേപോലെ വള്ളം വന്നു കഴിഞ്ഞാൽ ഈ കുട്ടനാട്ടിലെ കാണികൾക്ക് അതത്ര രസകരമായ കാര്യമല്ല. ഓരോ ഇഞ്ചിലും കയറ്റവും ഇറക്കവും ഉണ്ടാകണം. എങ്കിലേ ആ ഒരു കൈയും മെയ്യും ഒക്കെ മറന്ന് പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. ഒരുപോലെ വള്ളം വന്നു കഴിഞ്ഞാൽ ഏത് വള്ളമാണ് മുന്നിൽ നിൽക്കുന്നതല്ലേ ആരാണ് ജയിച്ചതെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു ആശയക്കുഴപ്പത്തിലായ കാണികൾ ആ ആവേശത്തിൻ്റെ ആ പ്രോത്സാഹനത്തിൻ്റെയൊക്കെ കാര്യത്തിൽ അല്പം പിന്നോക്കം നിൽക്കും. അതാണ് കുട്ടനാട്ടിലെ ചെറുതും വലുതുമായ മത്സര വള്ളംകളിയിൽ കാണുന്ന ഒരു പ്രത്യേകത. ഒരു വള്ളം ഒരടിയെങ്കിലും മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ആ വള്ളത്തെ പ്രോത്സാഹിപ്പിക്കാൻ ആ കരക്കാർ മാത്രമല്ല ഉണ്ടാകുക,
സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് കുട്ടനാട്ടുകാരുടെ ഒരു പ്രത്യേകത. ഏത് വള്ളം, ഏത് തുഴച്ചിൽക്കാർ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ ആ ചുണ്ടൻ വള്ളങ്ങളിലെ അല്ലെ ഓടി വള്ളങ്ങളിലെ ചുരുളൻ വള്ളങ്ങളിലെ തുഴച്ചിൽക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു പ്രത്യേകത കുട്ടനാട്ടുകാർക്കുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ ചമ്പക്കുളം, രണ്ടാം ട്രാക്കിൽ ജവഹർ തായങ്കരി, മൂന്നാം ട്രാക്കിൽ ആനാരി പുത്തച്ചുണ്ടൻ. 3 പേര് കേട്ട ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറായിക്കാണ് 3 ട്രാക്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാം ട്രാക്കിൽ ചമ്പക്കുളം ഉജ്ജ്വല പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാം ട്രാക്കിൽ ജവഹർ തായങ്കരി, മൂന്നാം ട്രാക്കിൽ ആനാരി പുത്തച്ചുണ്ടൻ. ചമ്പക്കുളം കൊണ്ടുവന്നിരിക്കുന്നത് ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബാണ്. പുന്നമുടക്കായലിന്റെ ഇതിഹാസങ്ങൾ സൃഷ്ടിച്ച ചരിത്രമുള്ള ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബിലെ റെജി ജോബ് ആണ് ആ വള്ളത്തിന്റെ ക്യാപ്റ്റൻ. ജവഹർ തായങ്കരി ബ്രദേഴ്സ് ബോട്ട് ക്ലബ് തെന്നടി, അതുപോലെ തന്നെ ബൈജു പൂപ്പള്ളിയാണ് അതിന്റെ ക്യാപ്റ്റൻ. ആനാരി പുത്തച്ചുണ്ടൻ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ആനാരി ബ്രദേഴ്സ് ബോട്ട് ക്ലബിലെ ചുണക്കുട്ടന്മാരാണ്. ആൻഡ്രൂസ് ജോസഫാണ് അതിന്റെ ക്യാപ്റ്റൻ. ഇപ്പോൾ വളരെ മനോഹരമായി 3 വള്ളങ്ങളും തുഴഞ്ഞുത്തിരിക്കുകയാണ്. പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, വള്ളം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയിന്റ് വരെ ഒരേ താളത്തിൽ ഒരേ തുഴയെറിയുന്ന രീതിയിലാണ് അവർ മത്സരിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. അങ്ങനെയല്ല. സ്റ്റാർട്ടിംഗ് പോയിന്റ് വിടുമ്പോൾ കുറേ നിശ്ചിത ദൂരത്തേക്ക് ഒരേ താളത്തിൽ മത്സരിക്കും. മധ്യഭാഗമാകുമ്പോൾ ആ താളത്തിന്റെ ക്രമം ഒന്ന് വർദ്ധിപ്പിക്കും. അപ്പോൾ തുഴയെറിയുന്നതിന്റെ എണ്ണവും കൂടും. അവസാനം ഫിനിഷിംഗ് പോയിന്റിന്റെ ഏതാനും അടിയാകുമ്പോൾ ആ തുഴയെറിയുന്നതിന്റെ ആ എണ്ണം ഒന്ന് വർദ്ധിച്ചു കഴിഞ്ഞ് വളരെ പിരിമുറുക്കത്തോടെയുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒന്നാം തുഴച്ചിൽക്കാർ മുതൽ അമരം വരെയുള്ള ആ തുഴച്ചിൽക്കാരുടെ ആ മത്സര വീര്യം കാണുമ്പോൾ നമുക്കറിയാം എത്ര മനോഹരമായി, എത്ര വാശിയോടെയാണ് 2 ചുണ്ടൻ വള്ളങ്ങൾ തമ്മിൽ ഇപ്പോൾ പൊരിഞ്ഞു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. ചമ്പക്കുളമാണ് ഒരല്പം മുന്നിൽ, ഏതാനും ഇഞ്ചുകൾ മാത്രം. അതുകൊണ്ടാണ് കരകളിലെ ആളുകളങ്ങ് ആകെ ആവേശ തിമിർപ്പോടുകൂടി എഴുന്നേറ്റ് നിന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. ചമ്പക്കുളത്തിന്റെ ആ മുന്നേറ്റം ജവഹർ തായങ്കരി തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ മത്സരം, വളരെ ആവേശപൂർവമായ മത്സരം. ഇപ്പോൾ ഈ 2 കളിവള്ളങ്ങളിലുള്ള ചുണക്കുട്ടന്മാര് തുഴഞ്ഞ് ആ കുനിഞ്ഞിരുന്ന് അവർക്കിനി ഒരു ലക്ഷ്യമേ ഉള്ളൂ, ആ ഫിനിഷിംഗ് പോയിന്റ് എന്ന് കടക്കണം. ഈ പ്രാഥമിക മത്സരത്തിൽ ജയിച്ചാൽ മാത്രമേ ഉള്ളൂ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. തങ്ങളുടെ നാടിന്റെ, തങ്ങളുടെ കരയുടെ യശസ് ഉയർത്തിപ്പിടിക്കുവാനായി ഈ ചുണ്ടൻ വള്ളങ്ങളിലെ 100 കണക്കിന് തുഴച്ചിൽക്കാർ, ആ പാട്ടുപാടുന്നവരുടെ, താളമിട്ട് കൊടുക്കുന്നവരുടെ ആ വെടിത്തടിയിൽ ഉയരുന്ന ഇടിനാദത്തിനനുസരിച്ച് കരയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതാ 2 ജലരാജാക്കന്മാർ ചമ്പക്കുളവും ജവഹർ തായങ്കരിയും. പേര് കേട്ട, പെരുമ കേട്ട 2 ചുണ്ടൻ വള്ളങ്ങൾ. മറ്റു വള്ളത്തെ അവഗണിച്ചുകൊണ്ടല്ല, ആനാരി ഒപ്പത്തിനുണ്ട്. പക്ഷേ ഇപ്പോൾ ചമ്പക്കുളവും ജവഹർ തായങ്കരിയും തമ്മിൽ ഓരോ ഇഞ്ചിലും വിടാതെ ഒരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. ഈ ആവേശം ഇരു കരകളിലേക്കും അവരിത് പകർന്നു നൽകിയിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ട് തുഴയുന്നത് നോക്കൂ. ഓരോ തുഴപ്പാടും വളരെ ആവേശകരമാണ്, നിർണായകമാണ്. ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ചുണക്കുട്ടന്മാർ, കരിവീരന്മാർ ഇതാ തുഴഞ്ഞു മുന്നേറുകയാണ്. ഈ മത്സരത്തിൽ, പ്രാഥമിക മത്സരത്തിൽ ചമ്പക്കുളവും ജവഹർ തായങ്കരിയും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടം ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫോട്ടോ ഫിനിഷിംഗ് വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് ഈ ഇരുകരകളിലിരിക്കുന്ന ആളുകൾക്ക് ഏത് വള്ളമാണ് ഫിനിഷിംഗ് പോയിന്റിൽ ആദ്യമെത്തിയെന്ന് പറയാൻ കഴിയില്ല. ഒരല്പം മുൻതൂക്കം ചമ്പക്കുളത്തിനാണെന്ന് മാത്രം. ഞങ്ങൾ ഔദ്യോഗികമായിട്ട് അത് പ്രഖ്യാപിക്കുന്നില്ല. എങ്കിലും ചമ്പക്കുളത്തിന്റെ ആ പോരാട്ടം അവരെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നിലനിർത്തിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കരകളിൽ നിൽക്കുന്ന കാണികൾക്കൊരു സംശയമാണ്, ഇതിൽ ഏത് വള്ളമാണ് ജയിച്ചതെന്നുള്ള കാര്യം. 3ാമത് സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആനാരി പുത്തൻചുണ്ടനാണ്. കഴിഞ്ഞ തങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് കടന്നുപോയ 2 ചുണ്ടൻ വള്ളങ്ങൾ ഫിനിഷ് ചെയ്തതൊക്കെ കാര്യമാണെങ്കിലും ഫിനിഷിംഗ് പോയിന്റിൽ എത്തുക എന്നുള്ളത് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ആനാരി പുത്തൻചുണ്ടലെ ചുണക്കുട്ടന്മാർ ഇതാ തുഴഞ്ഞു മുന്നേറുകയാണ്. അവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ് കാണികൾ. മറ്റു മത്സരങ്ങളെ പോലെ പിന്നിൽ വരുന്ന ആളുകളെ കൂകി വിളിച്ച് പരാജയപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രോത്സാഹനം നഷ്ടപ്പെടുത്തുമെന്നല്ല. ഇവിടെ ഏത് വള്ളമാണേലും മനോഹരമായിട്ട് തുഴഞ്ഞ് ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തണം. അതുകൊണ്ട് തന്നെയാണ് ഈ ആനാരിയിലെ ചുണക്കുട്ടന്മാർ തുഴഞ്ഞു മുന്നേറുന്നത്. ഈ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരം ഒന്നൊന്നായി കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുകയാണ്, ഓരോ മത്സരവും നിർണായകമാകുകയാണ്. ഈ വിതരണ നാളിൽ ഇവിടെ നടക്കുന്ന ഈ മത്സര വള്ളംകളി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് പ്രശസ്തിയാകുകയാണ്. കാരണം ഈ മൂലം വള്ളങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്
ഈ വള്ളംകളിയുടെ തത്സമയ സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമൃത TV ഇന്ന് ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ലോക എമ്പാടുമുള്ള മലയാളികൾ, അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ ഈ ജലവിനോദം ഒന്ന് കാണുവാനായിട്ട് അവർക്ക് കിട്ടിയ ഈ അവസരം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നടക്കുന്നത് വെപ്പ് A ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളുടെ മത്സരങ്ങളാണ്. ആ മത്സരത്തിന്റെ ദൃക്സാക്ഷീകരണം ശ്രീ ഷാജി ചേരമൻ നൽകും. ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങളിലെ തീപാറുന്ന മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ശ്രീ ഗണേഷും കാരിച്ചാലും കടന്നുപോയി. മൂന്നാമത്തെ ഹീറ്റിൽ ചമ്പക്കുളവും ജവഹർ തായങ്കരിയും നല്ല മത്സരം കാഴ്ചവെച്ചു. പ്രാഥമിക മത്സരത്തിൽ ഒന്നാമത് കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി ജേതാക്കളായ പായിപ്പാട് ചുണ്ടൻ വളരെ മുൻപിലെത്തി. അതൊരു പ്രാഥമിക മത്സരത്തിൻ്റെ തീപാറുന്ന മത്സരം നടന്നില്ല. ഇനി വെപ്പ് വള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് 6 വള്ളങ്ങൾ മത്സരിക്കുന്നതിൽ ഒരു ഹീറ്റിൽ 2 വള്ളങ്ങൾ വീതമാണ് വരുന്നത്. ഒന്നാം ട്രാക്കിലൂടെ സഹകാരി ചിത്ര ബോട്ട് ക്ലബ് ചമ്പക്കുളമാണ് എങ്കിൽ വിൻസെന്റ് വടികാട് ആണെന്നിൻ്റെ ക്യാപ്റ്റൻ എങ്കിൽ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് വേണുഗോപാൽ വള്ളമാണ്. ഗ്രാമജ്യോതി ബോട്ട് ക്ലബ് ചമ്പക്കുളം ആണ് ഇതിൻ്റെ AB ഷാജി അറുപതിച്ചിറ നടുഭാഗം ആണ് ഇതിൻ്റെ ക്യാപ്റ്റൻ. അവരുടെ മത്സരം ഈ വെപ്പ് വള്ളങ്ങൾക്ക് തന്നെ ഒരു ചരിത്രമുണ്ട്. ഈ ചരിത്രമെന്ന് വെച്ചാൽ പണ്ട് നാട്ടു രാജാക്കന്മാർ യുദ്ധം ചെയ്തിരുന്ന കാലത്ത് നാവിക സൈന്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ചുണ്ടൻ വള്ളത്തിൽ യുദ്ധം ചെയ്യുന്നവർക്ക് ഭക്ഷണവുമായി പോയുന്ന വെച്ച് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുപോകുന്ന വള്ളമായിരുന്നു. അതുകൊണ്ടാണ് ഇവയ്ക്ക് വെയ്പ്പ് വള്ളമെന്നായിരുന്നു. അത് ലോപിച്ചാണ് ഇപ്പം വെപ്പ് വള്ളമാക്കി മാറിയിരിക്കുന്നത്. ഈ രാജാക്കന്മാരും നാട്ടുരാജാക്കന്മാരും നാവിക യുദ്ധമൊക്കെ അങ്ങ് മാറി ഇപ്പം മിസൈലുകളുടെ കമ്പ്യൂട്ടർ യുഗമൊക്കെ ആയപ്പം ഈ ചുണ്ടൻ വള്ളങ്ങൾക്ക് അങ്ങോട്ട് അല്ലെങ്കിൽ കളിവള്ളങ്ങൾക്ക് അങ്ങോട്ട് ഈ യുദ്ധത്തിന് പ്രാധാന്യമില്ലെങ്കിൽ ഈ ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിയിലെ മറ്റ് വള്ളംകളിയിലെ കേരളത്തിലെ ഇതര വള്ളംകളിയിലെ ഇവരുടെ യുദ്ധം കാണാനായിട്ട് ആയിരങ്ങൾ ഈ സൗഹാർദ്ദത്തിൻ്റെ യുദ്ധം സ്നേഹത്തിൻ്റെ യുദ്ധം കാണാനായിട്ട് ആയിരങ്ങൾ 10,000 ഒത്തുകൂടും. ഇവിടെയും ചമ്പക്കുളത്തും ഈ മഴയെ അവഗണിച്ചുകൊണ്ട് മഴയെ ഞങ്ങൾക്കൊന്നുമില്ല, മഴ പ്രകൃതി എത്ര ക്ഷോഭിച്ചാലും ഈ അമ്പലപ്പുഴയിലെ ഭഗവാൻ ശ്രീകൃഷ്ണന് ഈ ചമ്പക്കുളത്തുകാർ അമ്പലപ്പുഴക്കാർ ഈ നാടിൻ്റെ നാനാഭാഗത്തിലുള്ള ജനങ്ങൾ വഴിപാടായി കാഴിച്ച് പാൽപ്പായസം കൊടുത്തും അല്ലാതെയുള്ള വഴിപാടുകളൊക്കെ കൊടുത്ത് അഭസ്തകാര്യങ്ങൾ അങ്ങോട്ട് സാധിച്ചെടുക്കുന്നതിന് വേണ്ടി വഴിപാട് കഴിക്കുന്ന ആ ചമ്പക്കുളത്തിൻ്റെ ഈ പ്രസിദ്ധമായ ഈ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ അവർ വന്ന് എത്തുകയാണ്. നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, നാടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി, അവരുടെ കൃഷിനാശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, കൃഷി നന്നാകാൻ വേണ്ടി, നല്ല വിളവിന് വേണ്ടി അമ്പലപ്പുഴ ഭഗവാനെ അങ്ങോട്ട് പ്രാർത്ഥിച്ച് കുട്ടനാട്ടിലെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന കർഷകനും കർഷക തൊഴിലാളികൾക്കും അതായത് വർഷത്തിൽ 365 ദിവസമുണ്ടെങ്കിൽ 120 ദിവസം കൊണ്ട് വിളയുന്ന നെല്ലിലാണ് ഇവരുടെ ജീവിതം. ആ ജീവിതം നന്നായിരിക്കണം, ആ കൃഷി നന്നായിരിക്കണം എന്ന് മൂലക്കാഴ്ച നൽകി ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് 391 വർഷം പഴക്കമുള്ള ഈ ജലോത്സവം ഇന്നും ആണ്ടവോന്ന് നടക്കാനുള്ളത്. ഇത് പറയുമ്പോൾ സഖകാരിയും വേണുഗോപാലും തമ്മിലുള്ള നല്ല മത്സരമാണ്. അങ്ങ് രണ്ടാം ട്രാക്കിൽ കിടക്കുന്ന വേണുഗോപാൽ, ആ വേണുവിൻ്റെ ശബ്ദം അമ്പലപ്പുഴ ഭഗവാന്റെ മറ്റൊരു പേരാണ് വേണുഗോപാലൻ. ആ വേണുഗോപാലൻ്റെ ആ പേരിലുള്ള വേണുഗോപാൽ വള്ളം മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് സഖകാരിയുമുണ്ട്. അങ്ങനെ വാശിയേറിയ മത്സരം 1300 മീറ്റർ ദൂരമുള്ള ഇവിടെ ചരിത്രം കഥ പറയുന്ന ഈ ചമ്പക്കുളത്താറ്റിലെ തെങ്ങോലകൾ ഇങ്ങനെ മാടി മാടി വിളിക്കുന്ന ചമ്പക്കുളത്താറ്റിലെ വെൺകൊറ്റക്കുട പിടിച്ച നീലാകാശത്തിന് താഴെ വളർന്നു നിൽക്കുന്ന ഈ വൃക്ഷങ്ങൾക്കിടയിലെ നിറങ്ങൾ വന്ന് ഈ അന്തരീക്ഷത്തിൽ നിന്ന് പെയ്തിറങ്ങി ഈ ജലത്തിൽ വന്ന് ലയിച്ചു പോകാതിരിക്കാൻ കരപറ്റി നിൽക്കുന്നത് പോലെയാണ് ഈയിടെ കാണുന്ന മനുഷ്യരൂപങ്ങളെ ഞങ്ങൾക്ക് അങ്ങ് ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഇവർ മനുഷ്യരല്ല, ഇവിടെ നിറങ്ങളുടെ വലിയ കൂട്ടങ്ങളാണ്. അങ്ങനെ അത് പറയുമ്പോഴേ ആയുർവേദം ആയുസ്സിന്റെ രക്ഷയ്ക്ക്, ആയുസ്സിന്റെ ശാസ്ത്രത്തിന് ഇനി അമൃതയുടെ പരിലാളനയും. ആയുർവേദത്തിന്റെ തനതായ ചികിത്സാ സമ്പ്രദായങ്ങളിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ ഒപ്പം ആധുനിക ചികിത്സാ സമീപനം കൂടി സമന്വയിപ്പിച്ച് ജീവന്റെ കൈപുണ്യമായി അമൃത ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, വള്ളിക്കാവ്, കൊല്ലം.
ഇന്ത്യക്ക് വെറും 80 റൺസ് വിട്ടു എന്തായി ചെയ്യണേ? അമ്മേ, മാച്ച് നിന്ന് പോയിരിക്കുക. ഗ്രൗണ്ട് ഉണക്കാൻ സഹായിക്കാണ്. ഒട്ടും പേടി വേണ്ട, കുളിച്ചിട്ടാ പോയത്. പുതിയ ലൈഫ് ബോയ് നൽകുന്നു രോഗാണുക്കളിൽ നിന്നും നിരന്തരം സംരക്ഷണം കുളി കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം. പുതിയ ലൈഫ് ബോയ്, ഒട്ടും പേടി വേണ്ട. ഇന്ന് ഗുരുപൂർണിമ. അന്ധകാരത്തെ രോധിക്കുക എന്നത്രേ ഗുരു എന്നതിൻ്റെ ശബ്ദാർത്ഥം. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്ന പ്രകാശരൂപിയായ ഗുരുവിനെ സ്മരിക്കുവാനുള്ള ദിനമാണ് ഇന്ന്. You're watching Amrita Television. You're watching Amrita Television. അങ്ങനെ വെപ്പുവള്ളങ്ങളുടെ പ്രാഥമിക മത്സരത്തിലെ സഹകാരിയും വേണുഗോപാലും തമ്മിലുള്ള മത്സരത്തിലെ സഹകാരി ഒന്നാം സ്ഥാനത്തേക്ക് കടന്നുപോയി. ഇനി രണ്ടാമതുള്ള പ്രാഥമിക മത്സരമാണ് നടക്കുന്നത്. പുന്നത്ര വെങ്ങാടിയും മാശാപ്പുളിക്കങ്ങളും തമ്മിലുള്ള മത്സരമാണ് നടക്കേണ്ടത്. പുന്നത്ര വെങ്ങാടിയാണ് ഇപ്പോൾ മുൻപോട്ട് കുതിച്ചു വരുന്നത്. തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി ഞാൻ മൈക്ക് കൈമാറുകയാണ്. വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളുടെ രണ്ടാമത് പ്രാഥമിക മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുന്നത്ര വെങ്ങാഴി ഒന്നാമത് ട്രാക്കിലും രണ്ടാം ട്രാക്കിൽ ആശാപ്പുളിക്കാക്കളൂ. കേരളത്തിലെ പ്രധാനപ്പെട്ട ജലോത്സവങ്ങളിലൊക്കെ ഈ രണ്ട് കളിവള്ളങ്ങൾ എപ്പോഴും ശ്രദ്ധ വൈരികളെ പോലെ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മത്സരത്തിലും ഒന്നെങ്കിൽ ആശാപ്പുളിക്കാക്കളായിരിക്കുമെങ്കിൽ അടുത്ത മത്സരത്തിൽ പുന്നത്ര വെങ്ങാഴി ജയിക്കുന്ന ഒരു പതിവ് പലപ്പോഴുമുണ്ട്. ഈ വെപ്പ് വള്ളങ്ങളിൽ സാധാരണ 40-നും 50-നും ഇടയ്ക്ക് തുഴച്ചിൽക്കാരാണുള്ളത്. അതുകൊണ്ട് ഒരു വള്ളത്തിന്റെ ഗതി നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഈ തുഴച്ചിൽക്കാർ കാട്ടുന്ന വൈഭവം അത് ഏറ്റവും എടുത്തു പറയേണ്ട ഘടകമാണ്. ചുണ്ടൻ വള്ളങ്ങളിൽ സാധാരണ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുമ്പോൾ ഈ ഈ പ്രാഥമിക മത്സരത്തിൽ വിജയപതാക നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നടക്കേണ്ടത് വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ ഹീസ് നമ്പർ 3 നടക്കാനുള്ളത്. ഓരോ മത്സരങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രേക്ഷകരെ വളരെ ആവേശപൂർവ്വം ആ വള്ളങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയാണ്. അടുത്തത് മത്സരത്തിന്റെ വിവരണം ശ്രീ ഷാജി നൽകുന്നതാണ്. വെപ്പ് വള്ളങ്ങളുടെ 3ാം പാദ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് ജയ് ഷോട്ടാണ്. ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് നടുഭാഗം തങ്കച്ചൻ NB നെല്ലിക്കാത്തറയാണ് ഇതിന്റെ ക്യാപ്റ്റനെങ്കിൽ, രണ്ടാം ട്രാക്കിലൂടെ വരിക്കളം ജനസേവന യുവജന സ്വാശ്രയ സംഘം മണപ്പുറ KN ശിവരാമൻ കിഴക്കേമറ്റം
മണപ്പറ ചമ്പക്കുളമാണ് ഇതിന്റെ ക്യാപ്റ്റൻ. ഈ വെപ്പുവള്ളങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളിക്കളങ്ങൾ അടക്കി ഭരിച്ചിട്ടുള്ള ചരിത്രമാണ് ജയ് ഷോട്ടിനുള്ളത്. ജയ് ഷോട്ട് എന്ന് വെച്ചാൽ കളിക്കളങ്ങളിൽ ഇതിഹാസം രചിച്ചിട്ടുള്ള വള്ളമാണ്. അന്ന് പണ്ഡിറ്റ്ജിയുടെ സ്വീകരണത്തിന് കുട്ടനാട്ടുകാർ പോകുമ്പോൾ ഈ ചുണ്ടൻ വള്ളങ്ങളെ 52, 55 തുഴച്ചിക്കാർ, 56 തുഴച്ചിക്കാർ കയറുന്ന ചുണ്ടൻ വള്ളത്തിൽ കേവലം 29 തുഴച്ചിക്കാർ മാത്രമുണ്ടായിരുന്ന ഈ ഷോട്ട് വള്ളം ഒപ്പമെത്തിയപ്പോൾ അത്ഭുതപരതന്ത്രനായ പണ്ഡിറ്റ്ജി ഇതിന് ഈ പുളിക്കത്തറ വള്ളത്തിന് ഇവനൊരു ഷോട്ടാണല്ലോ എന്ന ബഹുമാന പേര് വിളിച്ച വള്ളമാണ് ഷോട്ട്. ഞാൻ ഒരു ഭാഗത്ത് ഷോട്ടെന്നും മറുഭാഗത്ത് പുളിക്കത്തറ എന്നും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചരിത്രമുള്ള വള്ളമാണ് ഷോട്ട്. ഇപ്പോൾ അതിമനോഹരമായ വേഗതയിൽ ഈ കളിക്കളങ്ങളെയെല്ലാം അടക്കി ഭരിക്കുന്ന ആ ചരിത്രം ഷോട്ടിന് എന്നുമുണ്ട്. കാരണം എത്ര വലിയ വമ്പന്മാരാണെങ്കിലും എത്ര വലിയ വമ്പൻ ടീമുകൾ ഒത്തുകൂടിയാലും ഷോട്ട് കളിക്കളങ്ങളിലെ ഈ നീറ്റിലെ ഈ ജലപ്പരപ്പിലെ ഈ അതിശയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം മുൻപ് കഴിഞ്ഞ ഹീറ്റ്സിലെ രണ്ടാമത് വന്ന ആശാപുളിക്കക്കളം വള്ളം ഇങ്ങനെ എത്തുന്നതേ ഉള്ളൂ. അതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. ഇങ്ങനെ ചില തമാശകൾ ഈ വള്ളംകളിയിൽ ഉണ്ടാകും. അത് വള്ളംകളിയുടെ ചരിത്രത്തിൽ തന്നെ ഉള്ളതാണ്. അംഗവും കാണാം, താളി ഒടിക്കാമെന്നുള്ള രീതിയിലേക്ക് ചില കളിവള്ളങ്ങൾ വരും. പക്ഷേ വീറിനും വാശിക്കും മത്സരത്തിനും വേണ്ടി വരുന്നവർ നിരവധിയാണ്. അതാണ് ഷോട്ടിന്റെ കാര്യം പറഞ്ഞ് കളിക്കളം എവിടെയുണ്ടോ അവിടെയൊക്കെ ഷോട്ടിന്റെ ചരിത്രമുണ്ട്, വിജയത്തിന്റെ ചരിത്രമുണ്ട്. ശത്രുവിന്റെ നെഞ്ചിൽ ഇടിമിന്നൽ ഇടിവാളുകൾ കുത്തിയിറക്കി വിജയം വരിച്ച ചരിത്രം ഈ വീരയോദ്ധാവായ ഷോട്ടിനുണ്ട്. അങ്ങനെ എത്രയോ പ്രാവശ്യം ജല ഒളിമ്പിക്സ് നടക്കുന്ന നെഹ്റു ട്രോഫിയിൽ 24 പ്രാവശ്യമാണ് ജയ് ഷോട്ട് വിജയം മേടിക്കുന്നത്. ജയിക്കാൻ കുട്ടനാട്ടിലെ ഒരു ഓണക്കാലത്തൊരു വള്ളം വേണമെന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ ജലോത്സവ പ്രേമികൾ ചുണ്ടൻ വള്ളമല്ല ചെറുവള്ളത്തിലാണ് മത്സരിക്കുന്നെങ്കിൽ ആദ്യം അന്വേഷിക്കുന്ന വള്ളം ഈ ഷോട്ട് വള്ളമാണ്. പേരുകൊണ്ട് പെരുമ കൊണ്ട് പണ്ഡിറ്റ്ജിയുടെ ഓമന പേരാൽ ധന്യമാക്കപ്പെട്ട ഈ ഷോട്ട് കളിക്കളങ്ങൾ എപ്പോഴും അടക്കി വരിച്ചിട്ടുള്ള ഷോട്ട് വള്ളമാണ്. അങ്ങനെ കുട്ടനാടൻ ജനതയുടെ ഹൃദയത്തിലെ താളങ്ങൾ ഏറ്റുപാടുന്ന ഈ മനോഹരമായ ദൃശ്യം ഷോട്ടും വെപ്പുവള്ളങ്ങളുടെയും ഇരുട്ടൂത്തി വള്ളങ്ങളുടെയും ചുണ്ടൻ വള്ളങ്ങളുടെയും പ്രാഥമിക മത്സരം കൊണ്ട് അനുഗ്രഹമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ 100 മീറ്റർ ഉള്ളപ്പം സർവശക്തിയും പ്രാണവായുവിന്റെ ശക്തി പോലും കൈത്തണ്ടയിൽ ആവാഹിച്ചുകൊണ്ട് കുട്ടനാട്ടുകാരൻ ഇടിച്ചുകുത്തി ഒടിഞ്ഞുകുത്തി കടന്നു വരും. പങ്കായക്കാരൊന്ന് നീട്ടിയെറിയും, താളക്കാർ കട്ടിലെ കുണ്ടൻ വെള്ളത്തിലാണെങ്കിൽ ഇടിയുടെ ശബ്ദമൊന്ന് കൂട്ടിക്കൊടുക്കും. കളിവള്ളങ്ങൾ ചാട്ടുളി പോലെ കടന്നു പോരും. ആ വിസ്മരണീയമായ ആ ധന്യമായ മുഹൂർത്തം കാണാനാണ് ഈ കാലവർഷത്തെ അതിജീവിച്ചുകൊണ്ട് ഈ മിഥുനമാസത്തിലെ മൂലം നക്ഷത്രത്തിലെ കോരിച്ചെറിയുന്ന മഴയെ അവഗണിച്ചുകൊണ്ട് കുട്ടനാട്ടുകാരൻ ഈ ഇരുകരകളിലും ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നത്. അങ്ങനെ വെപ്പുവള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങളെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരമാണ്. ചരിത്രം എത്രയോ ഉണ്ട് ഇരുട്ടുകുത്തി വള്ളങ്ങൾക്ക്. ഇരുട്ടുകുത്തി വള്ളങ്ങൾ എന്ന് വെച്ചാൽ പണ്ട് കടൽ കൊള്ളക്കാർ ഉപയോഗിച്ചിരുന്ന വള്ളമാണ്. നാട്ടുരാജാക്കന്മാർ നാട് ഭരിച്ചിരിക്കുന്ന കാലത്തെ നമ്മുടെ കടലിലേക്ക് പോകുന്ന കേവ് വള്ളങ്ങളും കെട്ടുവള്ളങ്ങളും ഒക്കെ ഇന്ന് പോകുന്ന 100-120 മൈൽ സ്പീഡിൽ പോകുന്ന വാഹനങ്ങളില്ലായിരുന്നു. തണ്ടുവള്ളങ്ങളും കേവ് വള്ളങ്ങളും കെട്ടുവള്ളങ്ങളും ഒക്കെ ഈ നാട്ടിൽ നിന്ന് ഗ്രാമപ്രദേശത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോരും. ഇത് ഈ ചമ്പക്കുളം വള്ളം, ഈ സ്ഥലത്തിന് ചമ്പക്കുളം എന്നായിരുന്നില്ല പേര്, ഇത് സമ്പൽക്കുളമായിരുന്നു. വാണിജ്യ വ്യവസായ കേന്ദ്രങ്ങളിൽ പ്രമുഖമായിരുന്ന സ്ഥലമാണ് ഈ സമ്പൽക്കുളം. സമ്പൽക്കുളം എന്ന പേര് കേൾക്കാൻ തന്നെ കാരണം ഇവിടെ അച്ഛനും അമ്മയും ഒഴികെ മറ്റെല്ലാം കിട്ടുമായിരുന്നു. ആ സ്ഥലമായിരുന്നു സമ്പൽക്കുളം. അത് ലോപിച്ചാണ് ചമ്പക്കുളമായത്. ഇപ്പോ ഇരുട്ടൂത്തി വള്ളങ്ങളുടെ പ്രാഥമിക മത്സരം കരിവേലിത്തറയാണ്. തൃപ്തി ബോട്ട് ക്ലബ് തായങ്കരിയാണ് ഇതിന് നയിക്കുന്നതെങ്കിൽ ഫ്രാൻസിസ് ആന്റണി നൈസ്വില്ല തായങ്കരിയാണ് ഇതിന്റെ ക്യാപ്റ്റൻ. രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് ഡായിയാണ്. ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് നെടുമുടി പി വേഷ് അള്ളൂർത്തിൽ ചമ്പക്കുളമാണ് ഇതിന്റെ ക്യാപ്റ്റൻ. ഇരുട്ടുകുത്തി വള്ളങ്ങളെ താരതമ്യേന ഏത് ടീം കയറിയാലും വള്ളപ്പാടുകൾക്ക് പിന്നെ തോപ്പിക്കാൻ കഴിയില്ല. ഇഞ്ചിഞ്ചുകളുടെ പോരാട്ടം ഈ 52 തൊഴിച്ചിക്കാരുടെ ഒരേ രീതിയിൽ തല മുതൽ അമരം വരെ അമരവും തലം തിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് തുഴഞ്ഞാലും ഈ കളിവള്ളങ്ങൾ ഇതേ രീതിയിൽ അങ്ങ് പോകും. തുരുത്തിത്തറ വരുന്ന കണ്ടില്ലേ
കരിവേലിത്തര വരുന്നു, ഡായി വരുന്നു. അങ്ങനെ വാശിയേറിയ മത്സരം അങ്ങനെ നടക്കും. ഉഗ്രമായ മത്സരങ്ങൾ നടക്കും. അവരുടേതായ മത്സരത്തിൽ അവർ തുല്യ ശക്തികളായി കുനിഞ്ഞു കുത്തി വരും. ചെമ്പക്കുളത്താറിന് അല്പം വളവുണ്ട്. ചില വളവുകൾ ഇങ്ങനെ കടന്നു വരുമ്പോഴേ വള്ളം വെക്കാൻ വിദഗ്ധന്മാർ വളവുകളൊന്ന് മാറ്റി നിവർത്തി വള്ളമങ്ങ് വെക്കും. അതാ ചെമ്പക്കുളത്തിന്റെ പ്രത്യേകത. എത്രയോ മനോഹരമായ, എത്രയോ സുന്ദരമായ മത്സരങ്ങൾ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അടവും തന്ത്രങ്ങളുമൊക്കെ നടക്കും. വെയിൽ വന്ന് വിളയാട്ടം നടത്തുന്ന, ഓളവും ഒഴുക്കും സമ്മേളിക്കുന്ന ഈ ചെമ്പക്കുളത്താറിന്റെ വിരുമാറിലെ രണ്ട് വെള്ളങ്ങളെ ആ കുട്ടനാടൻ ജനതയുടെ കരുത്തിന്റെ പ്രതീകങ്ങളായ കരിമാടിക്കുട്ടന്മാരെന്ന് വിശേഷിപ്പിച്ചിരുന്നവരുടെ പിൻതലമുറക്കാര് അങ്ങനെ ഈ കുടിഞ്ഞു കുത്തി കടന്നു വരിക കണ്ടില്ലേ? ഒരു ചരട് കെട്ടിപ്പിടിച്ചതുപോലെ ഒരു രഥത്തിൽ കെട്ടിയിട്ട രണ്ട് വടക്കുതിരകളെ പോലെ. ആരാണ് ആ രഥത്തിൽ വലിച്ചുകൊണ്ട് മുന്നിൽ പോകുന്നത് പറയാനൊക്കുവോ? അന്ത്യനിമിഷത്തിൽ ഒന്ന് കുതിച്ചു ചാടും. ആ കുതിച്ചു ചാട്ടത്തിലാണ് വിജയം കൈപ്പടിയിൽ ഒതുക്കുന്നത്. തുഴയൊന്ന് മുറുക്കാം, താളമൊന്ന് മുറുക്കാം, വള്ളപ്പത്തിന്റെ ഒരു പേര് അങ്ങോട്ട് കൊടുക്കാം. ഇതാ തുരുത്തിത്തറ അങ്ങനെ മുന്നോട്ട് പോവുകയാണോ അതോ കരിവേലിത്തറ മുൻപോട്ട് പോവുകയാണോ? ഡായിയും തമ്മിലുള്ള നല്ല മത്സരം നടന്നു. ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തായാലും തുരുത്തിത്തറയാണ് ഇപ്പോൾ മുൻപോട്ട് കടന്നു വരുന്നത്. അതിമനോഹരമായ രണ്ട് വള്ളങ്ങൾ. അതാണ് ഈ ഇരുട്ടൂത്തി വള്ളങ്ങളുടെ ഒരു പ്രത്യേകത. കണ്ടില്ലേ, വടക്കൻ ദേശക്കാരൻ കൊണ്ട് തുഴയുമ്പോഴേ ഒന്നാം തുഴച്ചിക്കാരനെ കൊണ്ട് എഴുന്നേറ്റ് നിന്ന് അവന്റെ സ്പീഡിൽ അങ്ങ് തുഴയും. ആ മത്സരം അങ്ങനെയാ, വാശിയേറിയ മത്സരമാകും. താളമൊന്ന് മുറുക്കും, തുഴയൊന്ന് മുറുക്കും, പങ്കായക്കാരൊന്ന് കുത്തിയരിയും. എത്ര വാശിയേറി സുന്ദരമായ മത്സരം. ഈ കുഞ്ഞോളങ്ങളെ എല്ലാവരും കാണുന്നത് കലുതിൽ നിൽക്കുന്ന ചെമ്പക്കുളത്താറിനെ അല്ല, ചെമ്പക്കുളത്താറിന്റെ പെരുമാറിലെ കനത്ത പ്രഹരങ്ങളെ ഏൽപ്പിച്ച് ഒരു ഇഞ്ചുകൾക്ക് മുന്നിലൂടെ മുൻപോട്ട് കുതിച്ചു വരാൻ വേണ്ടിയുള്ള അതിമനോഹരമായ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇരുട്ടുകുത്തി വള്ളങ്ങളെ, കടൽക്കൊള്ളക്കാർ ഉപയോഗിച്ചിരുന്ന വള്ളങ്ങളെ തുരുത്തിത്തറയും തുരുത്തിത്തറയും തമ്മിലുള്ള അതിമനോഹരമായ മത്സരം. ഇതാ ഫിനിഷിംഗ് പോയിന്റിൽ ഒപ്പം തന്നെ കടന്നുപോയി. മൂന്നാം ട്രാക്കിലെ വള്ളമാണ് വിജയിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അതും ഔദ്യോഗികമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ജഡ്ജിന്റെ തീരുമാനമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എത്ര സുന്ദരമായ മത്സരങ്ങൾ കാഴ്ചവെച്ചു. ഇനിയുള്ള തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി ഡാരിസിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പോൾ കഴിഞ്ഞത്. കരിവേലിത്തറയും ഡായും തമ്മിലുള്ള മത്സരം ഈ വള്ളംകളിയുടെ ഇതുവരെ നടന്ന പ്രാഥമിക മത്സരങ്ങളിൽ ഏറ്റവും സവിശേഷമായ മത്സരമാണ് ഇപ്പോൾ കഴിഞ്ഞത്. കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിന്റെ തൊട്ടടുത്ത് വരെ 7 സെന്റിമീറ്ററുകളുടെ വ്യത്യാസത്തിലാണ് രണ്ട് കളിവള്ളങ്ങളും തുഴഞ്ഞ് വളരെ മനോഹരമായ പ്രകടനം കാഴ്ചവെച്ചത്. ഇപ്പോൾ ഇരുട്ടുകുത്തി ഓടി വള്ളങ്ങളുടെ എ ഗ്രേഡ് ഹീറ്റ്സ് രണ്ടാമത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാമൂടനും തുരുത്തിത്തറയും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ മത്സരം കഴിഞ്ഞ മത്സരങ്ങളെ പോലെ തന്നെ ഇനി നടക്കേണ്ടത് വലിയ അയ്യപ്പനും വലിയ പണ്ഡിതനും തമ്മിലുള്ള വളരെ നിർണായകമായ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു അല്പം ലീഡ് നേടിയിരിക്കുന്നത് വലിയ അയ്യപ്പൻ വള്ളമാണ്. കഴിഞ്ഞ മത്സരങ്ങളിലെ പോലെ തന്നെ വാശിയേറിയ മത്സരം. രണ്ട് കളിവള്ളങ്ങളും ഇപ്പോൾ ഉജ്ജ്വല പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇരുട്ടുകുത്തി വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളുടെ തുഴച്ചിൽക്കാരേക്കാൾ വളരെ പ്രാധാന്യം അതിൻ്റെ അമരത്ത് നിൽക്കുന്നവരുടെ ആ പ്രകടനമാണ്. വള്ളത്തിന്റെ ഗതി നിയന്ത്രിക്കുകയും ഒപ്പം ഒരു വിനോദത്തിലും മത്സരത്തിലും ഉപകരണമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നടക്കുന്ന മത്സരങ്ങളെക്കുറിച്ച് ശ്രീ ഷാജി ചേരമൺ നിങ്ങളോട് സംസാരിക്കും. ഫൈനൽ മത്സരങ്ങളിൽ സ്ത്രീകളുടെ ഫൈനൽ മത്സരം, വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് ആദ്യം നടക്കേണ്ടത്. ഞങ്ങൾക്ക് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഹനുമാൻ നമ്പർ 2-ഉം ഉദയം പറമ്പനും തമ്മിലാണ് മത്സരം. രണ്ടാമത് ചുരുളൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം നടക്കും. കുറുപ്പം പറമ്പനും വേലങ്ങാടനും കോടിമതയും ഇതല്പം മുമ്പ് മത്സരിച്ച വള്ളങ്ങളാണ്. അത് മത്സരമല്ല, അത് പ്രദർശന തുഴച്ചിലായിരുന്നു. അതിനുശേഷം വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം നടക്കും. തോട്ടുകടവനും ഡൽഹിയും പുന്നത്രപുരയ്ക്കലുമാണ്. പിന്നെ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ നടക്കും. അതിനുശേഷം ഓടി വള്ളങ്ങളുടെ ഫൈനൽ മത്സരം, അതിൽ വലിയ അയ്യപ്പൻ, തുരുത്തിത്തറ, കരിവേലിത്തറ എന്നീ വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അതിനുശേഷം ആശാപുളിക്കക്കളം വെപ്പ് ഗ്രേഡ് ലൂസേഴ്സ് ഫൈനലാണ്.
ആശാപുളിക്കക്കളം, വരിക്കളം, വേണുഗോപാൽ എന്നീ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം. അതിനുശേഷം എപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം സഹകാരിയും പുന്നത്തറ വെങ്ങാഴിയും ജയ്ഷോട്ടും തമ്മിലുള്ള മത്സരമാണ്. മൂന്നാം ഹീറ്റ്സിലെ ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലിൽ ഒന്നാമത്തെ ഹീറ്റ്സിൽ മൂന്നാമത് വന്ന വള്ളങ്ങൾ അത് ആനാരി, നടുഭാഗം, സെന്റ് ജോർജ് എന്നീ വള്ളങ്ങളും രണ്ടാമത്തെ ഹീറ്റ്സിന്റെ ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം ഞങ്ങൾക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലിൽ, അതായത് പ്രാഥമിക മത്സരത്തിൽ രണ്ടാമത് വന്ന വള്ളം രണ്ടാം ഹീറ്റ്സിലെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം ലഭിക്കാത്തത് കൊണ്ട് അതേതെന്ന് ഇതുവരെയായിട്ടും എങ്കിലും ആലപ്പാടും ജവഹർ തായികരിയും ഉണ്ടാകും. അതുകൂടാതെ മൂന്നാമത്തെ ഹീറ്റ്സിലും ഇത് ചമ്പക്കുളവും പായിപ്പാടും അത് ശ്രീഗണേഷാണോ കാരിച്ചാലാണോ രണ്ടാമത്തെ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്തെന്ന് ഞങ്ങൾക്കൊരു ഔദ്യോഗിക ഫലപ്രഖ്യാപനം ഉണ്ടാകാതെ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഏതായാലും ദൃശ്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. ചമ്പക്കുളത്തെ ആറ്റിൽ സ്പീഡ് ബോട്ടിൽ ഈ മഴക്കാലത്ത് ഉല്ലസിച്ചു പോകുന്ന കാഴ്ച നമ്മൾക്ക് കാണാം. കാണികൾ ഒട്ടും കുറവല്ല. മഴ കൂടുതലായി പെയ്യുന്നുണ്ടെങ്കിലും കാണികളും അവരുടെ ആവേശത്തിനും ഈ കുട്ടനാട്ടിലെ ജലോത്സവങ്ങൾക്ക് ഒരിക്കൽ പോലും മങ്ങലേൽപ്പിക്കുകയില്ല. എത്ര വലുതായിട്ട് മഴ പെയ്താലും അവർ കുട പിടിച്ച് ഇവിടെ എത്തുന്ന, കുടുംബസമേതം എത്തുന്ന മനോഹരമായ കാഴ്ചയാണ്. ഞാൻ ഡാരീസ് പറഞ്ഞതുപോലെ എത്ര സുന്ദരമായിട്ട് കുട്ടനാടൻ ജനത അവരുടെ സംസ്കാരം, അവരുടെ സാമൂഹ്യ ബന്ധം, അവർ ഉയർത്തുന്ന ഈ മനുഷ്യത്വം അല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെ സന്ദേശം നാനാജാതി മതസ്ഥരും ഒന്നാണെന്ന് പ്രഖ്യാപിക്കുന്ന ആ പ്രഖ്യാപനം പോലെ ഇവിടെ ഉണ്ടാകുകയാണ്. ഇത് പരമശിവൻ പണ്ട് താണ്ഡവം ആടിയതുപോലാണ്. താണ്ഡവം ആടുന്ന എന്താണ്? ദേവഗണങ്ങളുടെ ശക്തിക്ക് കുറവ് വരുമ്പോൾ അതിന് എല്ലാവർക്കും വീണ്ടും ശക്തി സംഭരിക്കാൻ വേണ്ടിയാണ് പരമശിവൻ താണ്ഡവമാടുന്നത് എന്നതുപോലെ കുട്ടനാടൻ ജനത ഇവിടെ താണ്ഡവമാടുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശങ്ങൾ ഇലക്ഷൻ കഴിയുമ്പോഴൊക്കെ എവിടെയെങ്കിലും ഒരു ഓട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടനാടൻ ജനത ഒന്നാടെന്ന് പറയുന്നതിന് വേണ്ടിയുള്ള താണ്ഡവമാണ് കുട്ടനാട്ടിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഈ കളിവള്ളങ്ങളുടെ മത്സരത്തിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന ജാതിയില്ലാത്ത, മതമില്ലാത്ത, മതസൗഹാർദ്ദം മാത്രമുള്ള, സ്നേഹം മാത്രമുള്ള മഹത്തായ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന ഈ ജലോത്സവത്തിലെ ഞാനും നിങ്ങളും ഈ ലോകമെമ്പാടുമുള്ള ജനത ഈ പങ്കാളികളാകണം. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയോ വലിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും, കുടുംബ പ്രശ്നങ്ങൾക്ക് പോലും കൊലപാതകം നടക്കുന്ന, വർഗീയത ഉണ്ടാകുന്ന പല നാടുകളും നമ്മുടെ ഈ സംസ്കാര ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലുണ്ട്. പക്ഷേ കുട്ടനാട്ടിൽ അപൂർവമായ ഒരു തർക്കമുണ്ടായാൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചില്ലേ, ചരിത്ര പ്രസിദ്ധമായ ഈ ചമ്പക്കുളം മൂലം വള്ളംകളി അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഇതെല്ലാം ജനത അങ്ങ് മറക്കുക. അവർ വരികയല്ലേ, അഞ്ചിപ്പാട്ട് പാടണം, വള്ളംകളി ഉണ്ടാകണം, വള്ളം ഒന്ന് ഇറക്കണം, ഒന്ന് തുഴയണം. ഈ മൂലമാകുമ്പോൾ കാലം ഒന്ന് മാറി നിന്ന് മഴയൊന്ന് മാറി നിൽക്കുമ്പോൾ വള്ളം കളിക്കണമെങ്കിൽ വെള്ളത്തിൽ അല്പം കളി വേണം, വെള്ളം അല്പം കഴിക്കുകയും ചെയ്യണം. ഈ ഒരു സന്ദേശമൊക്കെയാണ് ഇവിടെ. നല്ല നാടൻ കള്ളും കരിമീൻ കറിയൊക്കെ കൂട്ടി ഇന്ന് വീട്ടിൽ നിന്ന് വിരുന്ന് വന്നവരെയൊക്കെ ഒന്ന് സൽക്കരിച്ച് ഇങ്ങനെ ഇറക്കി ഇവിടേക്ക് ഇരിക്കുക. ഈ നിറഞ്ഞ് കവിഞ്ഞ് നിരന്ന് പരന്നൊഴുകുന്ന ചമ്പക്കുളത്താർ പമ്പാ നദിയുടെ കൈവഴിയായി ഒഴുകുന്ന, അതായത് പമ്പ കുട്ടനാടിനെ അനുഗ്രഹിച്ചൊഴുകുന്ന നൈൽ നദി പോലെ പ്രാധാന്യമുള്ള ഈ പമ്പയുടെ വിരിമാറിൽ ഒത്തുകള്ളി ഈ ഓളപ്പരപ്പിൽ ഒന്ന് സല്ലപിച്ച് ഒന്ന് മുങ്ങിക്കുളിച്ച് അരക്കവൾ വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് ഈ ചമ്പക്കുളത്തു നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ കുട്ടനാടിൻ്റെ ഈ പ്രകൃതിയുടെ സൗന്ദര്യം എത്ര കണ്ടാലും മതിവരാത്ത സൗന്ദര്യമുള്ള ഈ ചുണ്ടൻ വള്ളങ്ങൾ പണിതുവച്ചിരിക്കുന്ന അവരുടെ സംസ്കാരം, ഈ ചുണ്ടൻ വള്ളങ്ങളുടെ സൗന്ദര്യങ്ങളെക്കുറിച്ച് മലയാളത്തിലല്ല ലോകത്തൊരു ഭാഷയിലും നമുക്ക് ആ സൗന്ദര്യം എന്താണെന്ന് വർണ്ണിക്കാൻ പറ്റുകയില്ല. എങ്ങനെയാ ചുണ്ടൻ വള്ളങ്ങൾ മാലിപ്പുരയിൽ അങ്ങോട്ട് ഇരിക്കുന്നത് കണ്ടാലേ പുലർച്ചയിൽ ഉദയസൂര്യൻ വരുന്നതിന് മുമ്പ് ആ പുലർച്ചെ സമയത്ത് നമ്മൾ ചുണ്ടൻ വള്ളം വലിച്ചു കയറ്റി വെച്ചിരിക്കുന്ന മാലിപ്പുരയിലേക്കൊന്ന് ചെന്ന് നോക്കിയാൽ രണ്ട് കാലുകളും പിണച്ച് മുൻപോട്ടിട്ട് മുഷ്ടിയുരുട്ടി കാലിൻ്റെ മുട്ടിലിഞ്ഞ് മടക്കി വെച്ച് ഈശ്വരനെ ധ്യാനിച്ച് ഇരിക്കുന്ന ഒരു മഹാരാജാവിൻ്റെ പ്രൗഢിയ ചുണ്ടൻ വള്ളങ്ങൾ മാലിപ്പുരയിലിട്ട് ഇരിക്കുന്നത് കാണാൻ. എങ്കിലോ നീരണിഞ്ഞു കിടക്കുന്ന ഒരു ജലാശയത്തിൽ ഒരു ചുണ്ടൻ വള്ളങ്ങൾ അസ്തമയ സൂര്യന്റെ ചെങ്കിരണങ്ങളേറ്റ് കിടക്കുന്നത് കണ്ടാൽ എല്ലാം നഷ്ടപ്പെട്ട് സകലതും ഭൂമി നശിച്ച് പ്രളയം മാത്രമായി വരുമ്പോഴത്തേക്കും മഹാവിഷ്ണു ആലിലയിൽ ശയിച്ചു കിടക്കുന്ന വലത്തുകാലിലെ പെരുവിരിൽ നനഞ്ഞു കിടക്കുന്ന മഞ്ഞുന്തരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മഹാവിഷ്ണുവിൻ്റെ ചൈതന്യമാണ് ഈ ചുണ്ടൻ വള്ളങ്ങൾ മാത്രമെന്ന് കാണാൻ. ചുണ്ടൻ വള്ളങ്ങൾ ഇങ്ങനെ പോരുമ്പം, ചുണ്ടൻ വള്ളങ്ങൾ ഇങ്ങനെ പണിതിരക്കുമ്പം ജലചക്രവർത്തിമാരായ ഈ പള്ളിയോടങ്ങളാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മുതുമുത്തച്ഛന്മാർ. അവരുടെ സൗന്ദര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് വർണ്ണിച്ചാൽ
വിവരിച്ചാലും വർണ്ണിച്ചാലും തീരാത്ത സൗന്ദര്യമുണ്ട് ചുണ്ടൻ വള്ളങ്ങൾക്ക്. എത്ര മനോഹരമായിട്ടാണ് അവരെന്നെ കാണുന്നതെന്നറിയോ? ചുണ്ടൻ വള്ളങ്ങൾ വെറുതെ അങ്ങ് പണിതിറക്കുകയല്ല. 64 കലകൾക്ക് സമമായിട്ട് 64 തുഴച്ചിക്കാർ, അഷ്ടദിക്പാലകരായ 1 തൊട്ട് 8 വരെയുള്ള 8 തുഴച്ചിക്കാർ, 4 വേദങ്ങൾക്ക് സമമായിട്ട് 4 പങ്കായക്കാർ, ആ നെറ്റിപ്പലയിൽ 2 വശങ്ങളിലായി വെച്ചിരിക്കുന്ന കുമളകൾ രാവും പകലും അല്ലെങ്കിൽ സൂര്യചന്ദ്രന്മാർക്ക് സമമായിട്ട് അങ്ങനെ ശാസ്ത്രവും വേദവും ഒക്കെ ഒത്തുചേർന്നുള്ള ചരിത്രമാണ് ഈ വള്ളംകളി, ഈ മത്സര വള്ളംകളിയിലുണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ദൃശ്യം? ഈ കുട്ടനാട്ടുകാരൻ്റെ ഈ ഓർമ്മ വെച്ചുമ്പോൾ അവൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന കാലം തൊട്ട് കുട്ടനാട്ടുകാരന് വഞ്ചിയും വഞ്ചിപ്പാട്ടും വള്ളംകളിയുമായിട്ടുള്ള താളം ആ കുട്ടിക്ക് പോലും പറഞ്ഞു കൊടുക്കുന്ന സംസ്കാരമുണ്ട്. ജാതിയില്ലാത്ത മതമില്ലാത്ത നാം ഒന്നെന്ന് പറയുന്ന സംസ്കാരം ആ കൊച്ചു മനസ്സിൽ പോലും പറഞ്ഞു കൊടുക്കുന്ന സംസ്കാര ലോകത്തിന്റെ അങ്ങനെ ആ സംസ്കാരത്തിനുടമയാകുമ്പോൾ ഈ കുട്ടനാട്ടുകാരൻ ഒത്തുചേരുന്ന ഈ വള്ളംകളിക്ക് എല്ലാവിധ പ്രോത്സാഹനവും എല്ലാ ജനതയും നൽകണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. ലോകത്തിൻ്റെ എവിടെ നിന്നാലും കുട്ടനാടിൻ്റെ സംസ്കാരം നമുക്ക് പറയാൻ ഒരിക്കലും മാറ്റാൻ പറ്റില്ലാത്ത സംസ്കാരമാണ്. നാടൻ കലാരൂപങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ ടീം പങ്കെടുക്കുന്ന, ആരോഗ്യമുള്ളവർ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് ഈ വള്ളംകളി മത്സരം. ഒരു വള്ളത്തിൽ 95 തുഴച്ചിക്കാരും 9 താളം കൊടുക്കുന്ന നിലക്കാരും 4 അമരക്കാരുമുള്ള മത്സരം ലോകത്തിൻ്റെ ഒരു മൂലയിലും കാണത്തില്ല. ഇതൊരു കായിക സംഘടനയാണ്. ഇതെന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആര്യാവർത്തത്തിലെ ആദ്യ നാടക സംഘമായ നാട്യശാസ്ത്രത്തിൻ്റെ പ്രാണേതാവായ ഭരതമുനിയും 105 പുത്രന്മാരും 24 അപ്സരസുകളും സാദി മഹർഷിയുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘവുമൊക്കെ ചേർന്നാണ് ഇവിടെ ഏറ്റവും വലിയ കലാ സംഘടനയെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കായിക സംഘടനയാണ് ഈ കുട്ടനാട്ടിൽ പിറന്നു വീണിരിക്കുന്ന ഈ ചുണ്ടൻ വള്ളങ്ങളെ ഉള്ള മത്സരം. കുട്ടനാടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഈ പണ്ട് നളനോട് ദമയന്തിയെക്കുറിച്ചുള്ള ആ വർണ്ണന ഉണ്ട്. ദമയന്തിയുടെ മനസ്സിൽ അതുകൊണ്ട് നളനെക്കുറിച്ച് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നള മഹാരാജാവിനെ കുറിച്ചുള്ള വർണ്ണന ആ താമരപ്പൊയ്കയിൽ നീന്തി നടന്ന്